വിഷയത്തിലേക്ക് ഇതുവരെ പ്രവേശിച്ചിരുന്നില്ല. ആമുഖം പറഞ്ഞ് വിഷയത്തിന് ഒരു പഠിക്കാൻ ആദ്യം വിഷയത്തിന്റെ മർമ്മം മനസ്സിലാവണമല്ലോ. അതിനാണ് 2-3 ദിവസം നമ്മൾ തുടർച്ചയായി ശ്രമിച്ചത്. പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പരസ്പരം സഹകരിക്കുക, അതാണ് ഇസ്ലാമിന്റെ നയം. ഒരു വിഭാഗം ഒരു വിഭാഗത്തോട് ശത്രുതയുണ്ടാക്കുക, വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുക, അതിനു വേണ്ടി പണിയെടുക്കുക, ഇത് ഇസ്ലാമിന്റെ ശിഥിലീകരണമാണ്. യഥാർത്ഥത്തിൽ എല്ലാ വഴിവേച്ച സുന്നത്ത് ജമാഅത്തിന്റെ വിഭാഗമല്ലാത്ത മറ്റു വിഭാഗങ്ങളുടെയൊക്കെ പ്രധാന പ്രശ്നം അതാണ്. തമ്മിൽ ശത്രുത ഉണ്ടാക്കുക, മുഅ്മിനീങ്ങൾ തമ്മിൽ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ പറ്റാതാക്കുക, ഒരു വിഭാഗത്ത് മറ്റേ വിഭാഗത്ത് സംശയത്തോടെ നിരീക്ഷിക്കുക, വെറുപ്പോടെ കാണുക. ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാ വിദഗ്ധക്കാരുടെയും സ്വഭാവം. ഷിയ എന്താണ് സാധനം? എവിടുന്നാണ് അതിന്റെ തുടക്കം? പിന്നീട് തെറ്റില്ലാതെ ഇങ്ങനെ ശിഥിലമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട് 73 എന്ന് പറഞ്ഞ ഏകദേശം 72 ഷിയാക്കളിൽ തന്നെ ഉണ്ട്. അത്രയും വിപുല വിഭാഗീയത എന്ന് പറയുമ്പോൾ ഒരു വിഭാഗമായിട്ട് നമ്മൾ വിഭജിക്കുക. അത് പ്രത്യേകം മനസ്സിലാക്കണം. ബാക്കി എല്ലാ ഗ്രൂപ്പുകളും ഇസ്ലാമിന്ന് പുറത്താണെന്നും അവരൊക്കെ മുശ്രിക്കുകളാണെന്നും വാദിക്കുമ്പോഴാണ് ഒരു ഗ്രൂപ്പായി പരിഗണിക്കുന്നത്. അതില്ല, മുസ്ലിമായി അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അവരെടുക്കൽ കുറെ കുഴപ്പങ്ങളും വ്യതിചലനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഔട്ട്. ഇപ്പം നമ്മളവിടെ നടക്കുന്ന സംഭവം അറിയാമല്ലോ. വഹാബികൾ മുജാഹിദുകൾ എന്ന് ഇവിടെ പരിചയപ്പെടുത്തി പിന്നീട് സൽഫി എന്ന് പറഞ്ഞെത്തി നിൽക്കുന്ന വഹാബി വിഭാഗം പിളർന്നപ്പോ എത്ര വിഭാഗമുള്ളത്? ഓരോ മൗലവിക്കും ഓരോ ദീന. പക്ഷേ 8ഓ 9ഓ വിഭാഗം മറ്റൊരു കാഫറാണ്, നരകത്തിന്റെ അടിയിലെ തട്ടിലാണ്, അവരിങ്ങോട്ട് ഇവര് കാഫറാണ്, അവർ നരകത്തിന്റെ അടിയിലെ തട്ടിലാണ് എന്ന് പറയുന്നു. നോക്കിയാൽ തന്നെ ഇപ്പം 8 വിഭാഗമുണ്ട് വഹാബികളിൽ. അത് പറയാത്തോടത്തോളം ഓരോരുത്തർ വേറെ വേറെ അഭിപ്രായം പറയുമ്പോൾ ഒക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് കൂട്ടുക. ചുരുക്കത്തിൽ എവിടെ നിന്നാണ് ഈ ഷിഈ വിഭാഗം വരുന്നത്? നമ്മൾ ചിന്തിക്കണം. വളരെ അടിസ്ഥാനപരമായി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ ആസൂത്രിതമായി പണിതുണ്ടാക്കിയ ഒരു വിഭാഗമാണ് ഷിഈ വിഭാഗം എന്ന്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് മുസ്ലിങ്ങളിൽ യാതൊരു വിഭാഗീയതയുമില്ല, എല്ലാവരും ഒറ്റക്കെട്ട. അതല്ല അഹ്ലു ബൈത്തും ഖലീഫയും തമ്മിൽ എതിരായിരുന്നു എന്ന് പിന്നീട് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നത്. കാരണം ഇമാം അലി റളിയല്ലാഹു തആല അൻഹു ആണല്ലോ അവരുടെ മുൻപന്തിയിലിരിക്കുന്ന ഒന്നാമൻ അഹ്ലു ബൈത്തിന്റെ. അവര് തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സേവകനായിട്ട് മരണം വരെ ജീവിച്ചതാണ്. കുറച്ചു കാലം നിശ്ചിത കാരണത്താൽ, അതായത് 2 കാരണം പറയാം. ഒന്ന്, ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹാക്ക് സുഖമില്ല, അവരെ ശുശ്രൂഷിക്കാനും ശ്രദ്ധിക്കാനും എപ്പോഴും വീട്ടിൽ വേണം. മക്കളൊന്നും ആയിട്ടില്ല, ചെറിയ പൈതൽ മക്കളല്ലേ. അത് സ്ഥിരമായി എപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സഹവസിക്കുന്നതിന് ഒരു പ്രതിബന്ധമായിരുന്നു. മറ്റൊന്ന്, ഖുർആൻ ഒന്നിച്ച് ജമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അദ്ദേഹം ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. ഞാൻ ജമാഅത്തിന് പള്ളിയിൽ വരും എന്നതൊഴിച്ചാൽ ലറൂറിയായ അനിവാര്യമായ ഘട്ടങ്ങളിലല്ലാതെ ഞാൻ പുറത്തു പോവില്ല, ഈ ഖുർആൻ ജമ്മ് ചെയ്ത് തീരുന്നത് വരെ എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങളാൽ
എപ്പോഴും ഇമാം അലി റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ ഉണ്ടായിരിക്കാറില്ല. ഇതിൽ മുസ്ലിംകൾപ്പെട്ട ശുദ്ധഗതിക്കാരായ സാധാരണക്കാർക്ക് നീരസമുണ്ട്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വലങ്കായിയായി പ്രവർത്തിക്കേണ്ട ഇമാം അലി റളിയല്ലാഹു തആല അൻഹു സജീവമായി രംഗത്ത് കാണാത്തപ്പം അതിന്റെ കാരണം മനസ്സിലാക്കാതെ ചില ആളുകൾക്ക് നീരസമുണ്ടായി. കാരണം മനസ്സിലായവർക്കൊന്നും ഒരു നീരസമില്ല. വ്യക്തമായ രണ്ട് കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് സജീവമാകാതിരുന്നത്. ഖുർആൻ ജമ്മ ചെയ്ത് പൂർത്തിയാക്കുകയും ബീബി ഫാത്തിമ സഹ്റ റളിയല്ലാഹു തആല അൻഹ റമളാൻ മാസത്തിൽ വഫാത്താവുകയും ചെയ്തപ്പോൾ ഈ രണ്ട് പ്രതിബന്ധവും ഇല്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സൂചിപ്പിച്ചു, നിങ്ങൾ അത്ര സജീവമല്ലാത്തത് കാരണം ചില ശുദ്ധഗതിക്കാരായ ചില മുഅ്മിനുകൾക്ക് നിങ്ങളുടെ ഈ നയ നിലപാടിൽ ചില നീരസമുണ്ട്. തനിക്കുണ്ട് എന്നല്ല, അതെനിക്ക് ശരിക്കും വ്യക്തമായി കാരണം അറിയാം. ജനങ്ങളിൽപ്പെട്ട മുഅ്മിനീങ്ങളായ ശുദ്ധഗതിക്കാരായ ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു നിസ്സഹകരണം തോന്നിക്കുന്ന ഈ അവസ്ഥയിൽ നീരസമുണ്ട്. ഇത് ആദ്യത്തെ ബൈഅത്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ്. തിങ്കളാഴ്ച പന്തലിൽ വെച്ചുള്ള രഹസ്യമായ ബൈഅത്ത് കഴിഞ്ഞു. ഞായറാഴ്ച ചൊവ്വാഴ്ച പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള പൊതുവായ ബൈഅത്തിൽ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു വരികയും ബൈഅത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ദേഹം അവിടെ കിടക്കുന്നത് കൊണ്ട് അവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എങ്കിലും മുസ്ലിം ഉമ്മത്തിന്റെ ഈ തീരുമാനത്തിൽ ഞങ്ങളും ഭാഗവാക്കാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ചത്തെ പൊതുബൈഅത്തിൽ ഇമാം അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിൽ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ സഹായവും സഹകരണവും കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ സന്ദർഭം വല്ലാത്തൊരവസ്ഥയാണ്. അത് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. ശരിക്ക് മദീന പ്രകമ്പനം കൊണ്ടിരുന്നു എല്ലാ അർത്ഥത്തിലും. തങ്ങളുടെ വേർപാടിൽ ബേജാറായിട്ടല്ല, തങ്ങളുടെ വേർപാടിൽ ബേജാറായതായാലും ഉണ്ട്, അതല്ല വിഷയം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ അധികാരത്തിൽ വന്നത് പ്രത്യക്ഷത്തിൽ വളരെ ശാന്തശീലനായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് ചുറ്റുഭാഗത്തുമുള്ള അറബി ഗോത്രങ്ങളും അറാബികളും കൂട്ടത്തോടെ മദീനയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ മുർത്തദ്ദായി മദീനയെ ആക്രമിക്കാൻ വേണ്ടി കച്ചകെട്ടി വരുന്നു. റോമയും പേർഷ്യയും ഒരേ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞു, ഇനി ആരും പേടിക്കാനില്ല. അതുകൊണ്ട് പുതിയ രാഷ്ട്രത്തെ ലോകത്തു നിന്ന് നിർമാർജനം ചെയ്യണം എന്നുള്ളവർക്ക് അവരും അകത്തു നിന്നും പുറത്തു നിന്നും ഒരേ നിലക്കുള്ള പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടർ സക്കാത്ത് കൊടുക്കൂല, ഒരു ഖുർആൻ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പോൽക്കുണ്ട്, അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഷഹാദത്ത് കലിമയിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് കൊടുക്കൂല എന്ന് വെറുതെ പറഞ്ഞാൽ ഖുർആൻ ഓതിയിട്ട് വ്യാഖ്യാനിച്ചു. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസ്വല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകന ലഹും. ഖുർആൻ പറയുന്നത് ഖുദ് മിൻ അംവാലിഹിം സദഖ, ഹബീബായ നബിയെ മുഅ്മിനുകളായ ആളുകളുടെ ധനത്തിൽ നിന്ന് നിശ്ചിത വിഹിതം സദഖ അഥവാ ഫർളായ സദഖ എന്ന് പറഞ്ഞാൽ സക്കാത്ത്, അത് തങ്ങൾ സ്വീകരിക്കണം. ഖുദ് തങ്ങളോടുള്ള കൽപ്പന നിങ്ങൾ സ്വീകരിക്കണം. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അവരെ സാമ്പത്തികവും ആത്മീയവുമായ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അവരെ സംസ്കരിക്കുകയും അവർക്ക് അഭിവൃദ്ധിയും ആത്മീയ പുരോഗതിയും നൽകുകയും ചെയ്യും തങ്ങളത് സ്വീകരിച്ചാൽ. പോരാ വസല്ലി അലൈഹിം, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന സ്വലാത്തക സകനുൻ ലഹും, അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് മനഃശാന്തി നൽകും. വലിയൊരു ഭീമമായ സംഖ്യ സക്കാത്തിന്റെ ഫണ്ടിലേക്കാണ് കൊടുക്കുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയവർക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാവും, ഇതൊക്കെ കൊടുക്കല്ലേ എന്ന്. അതിന് തങ്ങളുടെ ഒരു ദുആ വന്നാൽ ഇന്ന സ്വലാത്തക സകനുൻ ലഹും, അങ്ങയുടെ ദുആ അവരുടെ മനസ്സിന് ശാന്തി നൽകും.
ഇങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. തങ്ങളോടാണ് സക്കാത്ത് വാങ്ങിക്കോളാൻ പറഞ്ഞത്, അത് നമ്മൾ തരില്ല. ഇനി നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ ദ്വാരുന്ന അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരുന്നത് പോലെ സക്കനാണോ? അതുകൊണ്ട് അത് മാത്രം പറയരുത്, ബാക്കിയൊക്കെ ചെയ്യാം. ബാക്കിയൊക്കെ മുർത്തദ്ദായി പോരാ ഒരു ഭാഗത്ത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വളരെ കർക്കശമായ തീരുമാനമാണ്. പുറത്ത് കാണുന്ന ആ ലോല സ്വഭാവവും ശാന്തശീലവും ഒന്നും അദ്ദേഹത്തിന് ഭീരുത്വമല്ല, അതിന്റെ ധീരതയുടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ധീരനാരാണെന്ന് ചോദിച്ചതിന് മഹാനായ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് തോന്നുന്നു ഞാനാണ് വലിയ ധീരൻ. ഒരു കാര്യം ശരിയാണ്, ഒരു ശത്രുവിനെ എൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ട് അവനെ ഞാൻ പരാജയപ്പെടുത്തിയതല്ലാതെ ഒരു ശത്രുവിന്റെ മുന്നിൽ ഇന്നോളം ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ശത്രുവിനെ കീഴടക്കുന്നതിൽ ഞാൻ തന്നെ ധീരനാണ്, അതിൽ പരാജയം ഉണ്ടായിട്ടില്ല, വഫാത്ത് വരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ അതല്ല ധീരത. പ്രശ്നം കലുഷിതമായി ജനങ്ങളാകെ നിലവിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്ത് ധൈര്യം, ഉറച്ച കൽബ്, വ്യക്തമായ തീരുമാനം, കൃത്യമായ നയം, അത് രൂപീകരിക്കാൻ പറ്റുന്നവനാണ് ധീരൻ. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കുന്ന ഒരു ധീരൻ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിട്ടില്ല. ബദർ യുദ്ധത്തിൽ സഹാബത്ത് ഒരു അഭിപ്രായം വെച്ചു. 950 ശത്രുക്കൾ മറുഭാഗത്ത്, ഇപ്പുറത്ത് 300ന്റെ അടുത്ത്, 313 മുതൽ 360 വരെ പറയുന്നുണ്ടെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു 308 ആളുള്ളൂ. ഈ 300 ആളുകൾ നിരായുധരാണ്. ബദർവടയല്ലേ ഇന്നലെ ഇവിടെ മുള്ളു നേരം തന്ത്യോളും ബദർവടയിൽ 8 വാളാണ്ടായിരുന്നത്. ആള് 250 ഉണ്ടായിട്ട് 8 വാള് സാധാരണ കയ്യിൽ ഉണ്ടാകുന്ന സാധനമാണ്, അതുവരെ ഇല്ലാത്ത സാഹചര്യം. മറ്റൂരെല്ലാം കലിപ്പിച്ചു കൂട്ടി മനഃപൂർവം ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നവരാ ഈ 900. സഹാബത്തിന് പേടിയൊന്നുമില്ല ഇത്. പക്ഷെ സഹാബത്ത് ഒരു കാര്യം പറഞ്ഞു, ഇതൊരു യുദ്ധമാകും എന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മദീനത്തുള്ളവരെല്ലാവരും പോരുമായിരുന്നു. അവരൊക്കെ യുദ്ധം നടക്കൂല എന്നുള്ളവർക്ക് പോരാതെന്നാണ്. കുറെയൊക്കെ ആയുധങ്ങളും ശക്തിയൊക്കെ സംഭരിക്കാൻ നമുക്കും കഴിയും. ഇപ്പൊ ഇവിടെ സംഗതി നടക്കണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ ഇറങ്ങരുത്. യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ സാധാരണ എല്ലാവരെ പോലെയല്ലേ, തങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് സെക്യൂരിറ്റി സംവിധാനിക്കാനൊന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം തങ്ങൾ കളത്തിലിറങ്ങണ്ട. താഴെ ആണ് ഒരു കളം ഉള്ളത്, അതിന്റെ മുകളിലുള്ള ഒരു കുന്നാണ്. ആ കുന്നിന്റെ മുകളിൽ അരീശ് കെട്ടി, പന്തല് കെട്ടി, ആ പന്തലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ. ആകെ 3 കുതിരയുള്ളത്, അതിൽ ഒരു കുതിര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ആ പന്തലിൽ സജ്ജമാക്കി നിർത്തണം. എന്തിനാന്നറിയോ? എന്തെങ്കിലും അപകടം സംഭവിച്ചെന്ന് വന്നാൽ, എന്ന് പറഞ്ഞാൽ ബദറിൽ സഹാബത്തിന് പരാജയം നേരിടേണ്ടി വന്നു എന്നൊരു സാഹചര്യം വന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനായിരിക്കണം. അപ്പൊ ഈ പന്തലിരിക്കുക, യുദ്ധം പരാജയപ്പെട്ടു രക്ഷയില്ല എന്ന് കാണുമ്പോ ഈ കുതിരപ്പുറത്ത് കയറി മദീനത്തിലേക്ക് പോവുക നബി തങ്ങൾ. എന്നാ ഇസ്ലാമിന്റെ ദഅവത്ത് ഇനിയും നടക്കും. ധാരാളം സഹാബത്ത് അവിടെ ബാക്കിയുണ്ട്, അവരുടെ എല്ലാ ഒത്താശയും ഉണ്ടാവും. ഇസ്ലാമിന്റെ ദഅവത്ത് മുറിയരുത്. അതുകൊണ്ട് തങ്ങൾ കളത്തിലേക്ക് ഇറങ്ങരുത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. പന്തൽ കെട്ടാൻ തീരുമാനിച്ചു. പന്തൽ കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പന്തലിരുത്തുക, ഒരു കുതിരയും അവിടെ കെട്ടിക്കൊടുക്കുക എന്ന് തീരുമാനിച്ച ശേഷം പിന്നൊരു കാര്യം ആലോചിച്ചു. താഴ്വരയിലാണ്, ഇതൊരു കുന്നിന്റെ മുകളിലാണ്, അതിന്റെ താഴ്വരയിലാണ് യുദ്ധം നടക്കുക. ഒരു ഭാഗത്ത് 950 പട്ടാളക്കാരുള്ള അബൂജഹലിന്റെ സൈന്യം, മറുഭാഗത്ത് വെറും 300 ആളുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യവും. ജയിക്കോ തോൽക്കോ നോക്കൽ അവസാനല്ലേ. യുദ്ധത്തിന് ഇവരങ്ങോട്ട് ഇറങ്ങി. യുദ്ധം
തുടങ്ങിയ ഉടനെ ഇവരൊരു 500 ആള് എവിടെ നിന്നു? യുദ്ധത്തിന് നിന്നു. കാരണം ഇവിടെ മറ്റോളം 100 ഉള്ളൂ. 500 ആള് നിന്നു. ബാക്കിയുള്ള 450 ആളുകൾ ഇപ്പുറത്തു കൂടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിച്ചാലോ? പ്രശ്നമില്ലേ? അങ്ങനെ വരൂലെന്നെന്താ? ഓലെ മുഖ്യ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോ ഒരു പന്തല് കെട്ടി നബി തങ്ങൾ അതിൽ വിശ്രമിക്കല്ല, അവിടെ നിന്നിട്ട് നേതൃത്വം കൊടുക്കുകയാണ്. എന്നാലും അവിടെ ആരും ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് പൗതി ആൾ ഇവിടെ യുദ്ധത്തിൽ നിന്ന് ബാക്കി പൗതി ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കുക. നമ്മളെടുത്ത പണിയൊക്കെ വെറുതെ ആവില്ല. പന്തല് കെട്ടിയതും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുത്തിയതും തങ്ങൾക്ക് സഹായത്തിന് വേണ്ടി കുതിരനെ വെച്ചതും ഒക്കെ വെറുതെ ആവൂലേ? അത് ശരിയാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സെക്യൂരിറ്റി വലിയ പ്രശ്നമാണ്. അപ്പൊ തങ്ങളുടെ അംഗരക്ഷകനായിട്ട് ഒരാൾ വേണം. ആരാണത്? അപ്പൊ സഹാബാക്കളുടെ കൂട്ടത്തിൽ പേര് കേട്ടാൽ തന്നെ കിസ്റയും കൈസറും നെട്ടുന്ന എന്ന് നമ്മൾ പറയുന്ന പിന്നീട് അതെത്തി ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നല്ല, ജിന്ന് ഇൻസ് രണ്ട് വിഭാഗത്തോടും ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ള ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല ഉണ്ട്. ചെറുപ്പക്കാരനാണെങ്കിലും ജീവിതത്തിൽ പരാജയം എന്താണെന്ന് ഒരിക്കലും അനുഭവിക്കാത്ത ഇമാം അലി റളിയല്ലാഹു അൻഹു. അലി ചെറുതാണ്, 25 കഴിഞ്ഞിട്ടില്ല ആ സമയത്ത്. ഇവരോടൊക്കെ പറഞ്ഞു, ഹംസത്തുൽ ഖറാർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തങ്ങളുടെ അംഗരക്ഷകനായി തങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം. സാധിക്കൂല. നിങ്ങൾ എല്ലാരും പോയിട്ട് നബി തങ്ങളെ സംരക്ഷിച്ചോളൂ, ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തോളാം പറയും. ഈ 950 ആളുകളോട് ഒന്നിച്ച് യുദ്ധം ചെയ്യുന്നത് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ ബാക്കി തരാൻ പറ്റൂല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എന്തിനു നന്ദി നമ്മൾ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് പറഞ്ഞു, എന്താ നിങ്ങൾ പറയുന്നത്? എന്നോട് കഴിയൂല. ബാക്കി എന്ത് യുദ്ധക്കളം എന്തും ഞാൻ ചെയ്യാം, അതിലെനിക്ക് പ്രശ്നമില്ല. പക്ഷേ തങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം നിൽക്കാൻ കഴിയില്ല. ഇമാം അലി റളിയല്ലാഹു തആല എല്ലാവരും ഒഴിഞ്ഞു. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ പ്രശ്നമാക്കണ്ട, നിങ്ങൾ യുദ്ധം ചെയ്തോളി, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്വം സെക്യൂരിറ്റി ഞാനേറ്റ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ രണ്ടാമതൊരാൾ അതിന് ധൈര്യപ്പെട്ടിട്ടില്ല. ഇത് വെച്ചിട്ടാണ് ഇമാം അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞാൻ ഒരു ശത്രുവിന്റെ മുന്നിൽ പരാജയപ്പെട്ടിട്ടില്ല, പക്ഷെ ഏറ്റവും വലിയ ധീരൻ ഞാനല്ല, ഏറ്റവും വലിയ ധീരൻ സിദ്ദീഖുൽ അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 950 ആളുകൾ ഒന്നിച്ചു വന്നാലും തങ്ങളെ ഞാൻ സംരക്ഷിച്ചിരിക്കും എന്നുള്ള ആത്മധൈര്യം കാണിക്കാൻ രണ്ടാമതൊരാൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ ധൈര്യം വഫാത്ത് വരെയും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആളുകൾ ഇതൊരു സാധുവല്ലേ എന്ന് മനസ്സിലാക്കി ആകെ ഇപ്പൊ കൊളങ്കലക്ക എന്ന നിലക്ക് ശത്രുക്കളെല്ലാം ഒറ്റക്കെട്ടായി വന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നത്, ഒന്നാമത് സക്കാത്ത് കൊടുക്കില്ല എന്ന് ഖുർആൻ ഓതി ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവരോടാണ് ഞാൻ ആദ്യം യുദ്ധം ചെയ്യുന്നത്. അത് സഹാബാക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഷഹാദത്തിൽ വരില്ലേ, അവർ 5 വക്ത് നിസ്കരിക്കണില്ലേ, റമളാൻ മാസം മുഴുവൻ നോൻപ് നോൽക്കണില്ലേ, വേണമെങ്കിൽ ഹജ്ജ് ചെയ്യാനും അവർ തയ്യാറാണ്. ആകെ ഒരു സക്കാത്തിന്റെ പ്രശ്നമുള്ള ഒരു തെറ്റിദ്ധാരണ, അത് നമുക്ക് സാവകാശം പിന്നീട് തിരുത്തി കൊടുക്കാം. ഇപ്പം റോമയും പേർഷ്യയും ഒരേ സമയത്ത് പുറത്തുനിന്നും ഉള്ളിൽ നിന്നിട്ട് മുശ്രിക്കുകളും മുർത്തദ്ദായി പോയവരും അതോടുകൂടി കള്ളപ്രവാചകന്മാരുടെ അനുയായികളും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ദുന്യാവിൽ നിന്നിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് നിൽക്കുക. ആ സമയത്ത് ആരും പറഞ്ഞിട്ട് കേൾക്കണില്ല. അവസാനം എല്ലാവരും കൂടി കൂടിയിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് വരും, ഞങ്ങളൊന്നും പറഞ്ഞാൽ അബൂബക്കർ സ്വീകരിക്കുന്നില്ല, നിങ്ങൾ പോയി പറഞ്ഞാൽ സ്വീകരിക്കുക, നിങ്ങളൊന്ന് പോയി പറഞ്ഞു നോക്കി. ചെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ല തഅല്ലഫി الناس യാ ഖലീഫത്ത് റസൂലില്ലാഹ്, ജനങ്ങളോട് ഒരു അനുനയത്തിന് വേണ്ടി പെരുമാറാൻ. താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ്, അനുനയത്തിലല്ലേ സമീപിക്കേണ്ടത്? ഇത്ര കാർക്കശ്യം പറ്റുമോ? അവര് സക്കാത്ത് തരുന്നില്ല, ഖുർആൻ ഓതിക്കാണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് പറയല്ലേ. ഈ ശത്രുക്കളൊക്കെ നമ്മളെ ചുറ്റും നിൽക്കുമ്പോൾ അവരൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവരോട് സംസാരിച്ചു.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കോപിച്ചായിരിക്കണോന്ന് എഴുന്നേറ്റ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചാടി കണ്ടു പിടിച്ചു. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞാലും എനിക്ക് പിന്തുണക്കാൻ നീ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നീ എനിക്ക് എതിരിൽ സംസാരിക്കുന്നു. അജബ്ബാറും ഫിൽ ജാഹിലിയ്യത്തി ഖവ്വാറും ഫിൽ ഇസ്ലാം. ഓ, മക്ക ഉമർ എന്ന് കേട്ടാൽ പേടിച്ചു പറക്കുമായിരുന്നു. അത്ര ധീരനല്ലായിരുന്നു അത് കുഫ്രിയത്തിന്റെ കാലത്ത്. എന്നിട്ട് ഖവ്വാറും ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ നീ ഭീരുവാണോ? വല്ലാഹി ലുഖാതിലന്ന മൻ ഫറഖ ബൈന അസ്സലാത്തി വസ്സക്കാ. നിസ്കരിക്കാൻ ഞാൻ തയ്യാറാണ്, സക്കാത്ത് ഞാൻ തരില്ല എന്ന് പറഞ്ഞവരോട് ഞാൻ യുദ്ധം ചെയ്തിരിക്കും. വലൗ വഹദി, നിങ്ങളാരുമില്ല, ഒറ്റ കുട്ടിയും എന്നെ അനുകൂലിക്കുന്നില്ലെങ്കിലും ഞാൻ ഒറ്റക്ക് യുദ്ധം ചെയ്യും. എന്റെ ഈ കയ്യിൽ ഈ വാള് നിൽക്കുന്ന കാലത്തോടെ. അങ്ങനെ ധീരനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിനിറങ്ങുമ്പോ അലിയാരുടെ എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേരിട്ട് യുദ്ധത്തിനിറങ്ങി. സഹാബാക്കളൊക്കെ പലരും പറഞ്ഞു നോക്കി, ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നോക്കി, നിങ്ങൾ പോലെ ഞങ്ങളോട് പറഞ്ഞോളൂ, ഞങ്ങൾ പോവാ, നിങ്ങൾ പോലെ. ആരും പറഞ്ഞിട്ട് കേട്ടില്ല. ഇത് എന്റെ ഉത്തരവാദിത്വമാണോ? ഈ ദീൻ ഇവിടെ നിലനിർത്തുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം ഞാനാണ്. ഞാൻ ഖലീഫയല്ലേ, നിങ്ങൾ തെരഞ്ഞെടുത്ത ഖലീഫയല്ലേ. ആര് പറഞ്ഞാലും പിന്മാറില്ലെന്ന് കണ്ടപ്പോ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നേരിട്ട് അവർ തമ്മിലുള്ള സ്നേഹബന്ധാണ്, നേരിട്ട് എന്നിട്ട് പറഞ്ഞു, യാ ഖലീഫത റസൂലില്ലാഹ് ലാ തുഫ്ജിഅനാ ബിനഫ്സിക്. നിങ്ങൾ യുദ്ധത്തിനിറങ്ങി വല്ലതും അത്യാഹിതം സംഭവിച്ചു പോയാൽ ഞങ്ങൾക്ക് നികത്താനാവാത്ത നഷ്ടമായിരിക്കും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാട് തന്നെ മുസ്ലിം സമുദായത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ്. അതിനൊരു പരിഹാരം എന്ന നിലക്ക് നിങ്ങളെ ഖലീഫയായി വെച്ച് ഇന്ന് നിങ്ങൾ യുദ്ധത്തിനിറങ്ങി, യുദ്ധത്തിൽ രണ്ടും സംഭവിക്കാമല്ലോ. വല്ലതും സംഭവിച്ചു പോയി, നിങ്ങൾക്ക് വല്ല അപകടവും സംഭവിച്ചു പോയാൽ ഈ ഉമ്മത്ത് രണ്ടാമതൊരാളുടെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. ഞങ്ങളുണ്ട്, ഞങ്ങൾ പോവും. അങ്ങനെ 9 ബറ്റാലിയൻ സൈന്യത്തെ തെരഞ്ഞെടുത്ത് 9 കമാൻഡർമാരുടെ നേതൃത്വത്തിൽ പരിശുദ്ധ മദീനത്തിന്റെ ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ കാവൽ നിർത്തി രാത്രി. സാധാരണക്കാരോട് പറഞ്ഞു, പുരുഷന്മാരാരും വീട്ടിൽ കിടന്നുറങ്ങരുത്. കുറച്ച് ദിവസങ്ങളാണ്, എല്ലാവരും പള്ളിയിലുണ്ടായിരിക്കണം നേരം പുലരുവോളും. മഗ്‌രിബിന് വന്നാ സുബഹി നിസ്കരിച്ചിട്ടേ വീട്ടിൽ പോകാവൂ. കാരണം രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ ബദുക്കള്, അറാബികൾ അവരിവിടെ കൊള്ള ചെയ്യും. അതാണ് മദീനയുടെ അവസ്ഥ. ഇങ്ങനെയൊക്കെ ജാഗ്രത പാലിച്ചിട്ടും അറാബികളുടെ കൊള്ള സംഘം മദീനയുടെ ഹൃദയം വരെ എത്തി. ഇങ്ങനൊരു ഭീഷണി ഇസ്ലാമിന് വന്നൊരു കാലമില്ല. ആ സാഹചര്യത്തിൽ ആ സമുദായത്തിന് ഒറ്റക്കെട്ടായി നിന്ന് ഇമാം അലി റളിയല്ലാഹു തആല അൻഹു, അഹ്ലു ബൈത്തും ബാക്കി സഹാബത്തും ഒറ്റക്കെട്ടായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നിൽ അണിനിരന്ന് 1.5 വർഷം കൊണ്ട് ജസീറത്തുൽ അറബ് മുഴുവനും ശാന്തമായി. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. കള്ളപ്രവാചകന്മാർക്ക് പരിഹാരമായി, മുർത്തദ്ദുകൾക്ക് പരിഹാരമായി, സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞവർക്ക് പരിഹാരമായി. എല്ലാവരും ഒറ്റക്കെട്ടിൽ ഒരു നൂലിൽ കോർത്ത മാലമണികളെ പോലെ ഒറ്റയായി. പിന്നീട് ഒരേ സമയത്ത് റോമയോടും പേർഷ്യയോടും യുദ്ധം ചെയ്യുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം അവർ മദീനയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അവരൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു യർമൂഖ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്ത്. റോമയുമായിട്ട് നടന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളിൽപ്പെട്ട യുദ്ധമാണ് യർമൂഖ് യുദ്ധം.
എത്ര ആളുടെ ഇനി അറിയോ? 39,000 അല്ലെങ്കിൽ 40,000 സഹാബത്ത് ആകെ. ശത്രുക്കളാണെങ്കിലോ നസാറാക്കളുടെ റോമയുടെ ഏറ്റവും വലിയ അക്കാലത്തെ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം തികഞ്ഞ സമ്പൽ സമൃദ്ധമായ റോമാരാഷ്ട്രത്തിന്റെ സൈന്യം 2,40,000. നിങ്ങളൊന്ന് കണക്കൂട്ടി വെക്കാൻ. സർവസജ്ജരായ 2,40,000 ക്രിസ്ത്യൻ സേന, അവരെ ഇളക്കി വിട്ട് ആവേശം കൊള്ളിക്കാൻ വേണ്ടി പള്ളിയിലച്ചന്മാരും അവരുടെ സൂഫികളെന്ന് പറയപ്പെടുന്ന പുരോഹിതന്മാരും കുരിശ് ഒരു കയ്യിലും ഒരു കയ്യിൽ ബൈബിളും മോദി വയല് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിട്ട് 2,40,000 ആളുകളോടാണ്. പുറത്ത് എത്രയുള്ളത്? 39,000 എന്നാളാണ് കൂടുതൽ ശരി. ഒരഭിപ്രായത്തിൽ 40,000, അതിന് മേപ്പെട്ട ഏതാരുമില്ല. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നതും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാവുന്നു. ഞാൻ നീട്ടില്ല. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയപ്പോക്ക് ജസീറത്തുൽ അറബ് എല്ലാ അർത്ഥത്തിലും ശാന്തമാണ്, ഒറ്റക്കെട്ടാണ്, സുശക്തമാണ്, എല്ലാ അർത്ഥത്തിലും സുഭദ്രമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മുഴുവൻ ഫോഴ്സും പുറമേ നിന്നുള്ള ശത്രുക്കൾക്കെതിരിൽ ഉപയോഗിക്കാനും ഇസ്ലാമിക സാമ്രാജ്യം വളരെയേറെ വികസിച്ച് റോമ സാമ്രാജ്യം ഞെട്ടിവിറക്കുന്ന സാഹചര്യം വന്നു. പേർഷ്യക്കാർ അതിനപ്പുറം തലസ്ഥാനം വിട്ടിട്ട്, ചക്രവർത്തിയും പരിവാരങ്ങളും സ്വന്തം തലസ്ഥാനം വിട്ടെറിഞ്ഞുകൊണ്ട് നാട് വിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി താമസിക്കേണ്ട അവസ്ഥയിലെത്തി. ജൂതന്മാരെ ഹൈബറിൽ നിന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അന്തിമമായി നാട് കടത്തിയതോടുകൂടി ലോകത്തൊരിഞ്ച് ഭൂമിയുടെ അധികാരമില്ലാത്ത നൂലറ്റ പട്ടം പോലെ പറന്ന് നടന്ന് ഒരടിസ്ഥാനവും ലക്ഷ്യവുമില്ലാതെ പോകുന്ന ജൂതന്മാരും, മറുഭാഗത്ത് ഓരോ ദിവസങ്ങളും പേർഷ്യൻ സാമ്രാജ്യം പിന്നോട്ട് 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 പോയി. സാമ്രാജ്യത്തിന്റെ പ്രധാന കണ്ണായ ഭാഗങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ. ഇത് ശത്രുക്കളെ ഉറക്കം കെടുത്തി. ഒരു സായുധ പോരാട്ടത്തിലൂടെ, ഒരു സൈനിക നീക്കത്തിലൂടെ മുസ്ലിം സമുദായത്തിന്റെ ഈ മലവെള്ളപ്പാച്ചില് പോലെയുള്ള ഈ മുന്നേറ്റം തടുക്കാൻ ആയുധശക്തി കൊണ്ട് സാധ്യമല്ല എന്ന് ജൂതന്മാർ മനസ്സിലാക്കി, നസറാക്കൾ മനസ്സിലാക്കി, മജൂസികൾ മനസ്സിലാക്കി. 3 പ്രധാന ശത്രു സമുദായങ്ങള് മുസ്ലിം സമുദായത്തെ സായുധമായി സൈനികമായി പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന അനുഭവത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു. ഇനി ഇത് തടഞ്ഞു വെക്കാനുള്ള വഴി എന്ത് എന്ന് അവർ ചിന്തിച്ചു. ആ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ഒന്നാമതായി ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസി കൊല ചെയ്യാനുള്ള കാരണം. പക്ഷെ അതുകൊണ്ട് പരിഹാരമായില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 കൊല്ലം ഭരണം നടത്തിയെങ്കിലും ആദ്യത്തെ 6 വർഷക്കാലം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തിനും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തിനും കിടയൊക്കുന്നതോ അതിനേക്കാൾ മേലെയോ ആയിരുന്നു. അവസാനത്തെ പേർഷ്യൻ ചക്രവർത്തിയെ യുദ്ധക്കളത്തിൽ വെച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് ഇനി ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഈ പേർഷ്യൻ സാമ്രാജ്യം തിരിച്ചു വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതാണ്. ഹലക്കൽ കിസ്റ വലാ കിസ്റ ബഅദഹു. കിസ്റ നശിച്ചുപോയി. തങ്ങളെ കത്ത് പിച്ചു ചീന്തി പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല. തങ്ങളുടെ കത്ത് പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞതിനെ പറ്റിയാണ് മസ്സഖ കിസ്റ മുൽക്കഹു ഇദാ ഹലക കിസ്റ ഫലാ കിസ്റ ബഅദഹു. കിസ്റ ചക്രവർത്തി അവസാനം കൊല്ലപ്പെടുന്നൊരവസ്ഥ വരും. അതിനുശേഷം പിന്നെ ലോക അവസാനം വരെ കിസ്റ ചക്രവർത്തി എന്നൊരു പാരമ്പര്യം ഇനി ലോകത്തുണ്ടാവില്ല. അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് അത് സംഭവിച്ചു. അവസാനത്തെ കിസ്റ കൊല്ലപ്പെട്ടത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സൈന്യവുമായി ബന്ധപ്പെട്ടു. ഈ സമയത്ത് ഈ 3 കൂട്ടരുടെയും ഗൂഢാലോചന ഭാഗമായി യമനിൽ ജനിച്ച
ഇബ്നു സൗദാ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹിബ്നു സബ ലോകം കണ്ട തന്ത്രജ്ഞൻ, രാഷ്ട്രീയ തന്ത്രജ്ഞൻ. ഇങ്ങനൊരു മനുഷ്യൻ അധികല്ല. അവസാനമുണ്ട്. ഖിലാഫത്ത് നശിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അയച്ച ഒരു അംബാസഡർ ഉണ്ട്. അയാളാണ് മുസ്ലിം ലോകത്തെ ഈ നിലക്ക് ഇങ്ങനെ കഷ്ണം മുറിച്ച് വർഗീയത ഉണ്ടാക്കി, ദേശീയത ഉണ്ടാക്കി. ഇസ്ലാമിൽ ദേശീയത ഇല്ല കേട്ടോ, അത് ഇപ്പത്തെ പറയാൻ സമയമല്ല. ഇസ്ലാമിൽ അന്തർദേശീയത, ഒരു ഇലാഹ്, ഒരു രാജ്യം, ഒരു ഭരണാധികാരി. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിൽ വിസ വേണം, അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ വിസ വേണം, ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിൽ വിസ വേണം. ഇസ്ലാമിൽ അതില്ല. ഒരു മുസ്ലിമിന് ഇസ്ലാമിന്റെ രാജ്യത്ത് എവിടെയും പോകാം. കാരണം ഇന്റർനാഷണലാണ്, നാഷണലല്ല. എന്ത് സുഖാണെന്ന് ലോകത്ത് ഇനി ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടാവുമോ? എവിടെയും ജോലി ചെയ്യാനും, എവിടെയും ജീവിക്കാനും, എവിടെയും അധ്വാനിക്കാനും, എവിടെയും സമ്പാദിക്കാനും മനുഷ്യനായാൽ മതി എന്നൊരു നയം സ്വീകരിക്കുകയാണെങ്കിൽ ആട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ആസൂത്രിതമായി ചെയ്തതാണ് ഇവര്. ഈ അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ഇബ്നു സൗദാ, അവൻ ഇസ്ലാമിൽ പ്രവേശിച്ചതായി അഭിനയിച്ചു. നല്ലൊരു മുസ്ലിമായിട്ട് അഭിനയിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് എന്നെ കയറിയവൻ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിൽ പ്രവേശിച്ചതായി അഭിനയിച്ച് ഇയാളെടുത്ത ആദ്യത്തെ പണി മുസ്ലിങ്ങളെ പറ്റി ഒരു പഠനം നടത്തുക. മുസ്ലിങ്ങളുടെ വിശ്വാസം, സ്വഭാവം, ശൈലി, പെരുമാറ്റം. അതിൽ ഏറ്റവും മുസ്ലിമിനെ ഒറ്റക്കെട്ടായി നിർത്തുന്നതും സമുദായത്തിന്റെ അച്ചടക്കവും ഐക്യവും നിലനിർത്തുന്നതും പരസ്പരം ബഹുമാനവും സ്നേഹവും, പ്രത്യേകിച്ച് അഹ്ലുബൈത്തിനും മറ്റുള്ളവർക്കില്ലാത്ത ആദരവും അംഗീകാരവും ഇസ്ലാമിന്റെ ഭാഗം. ഖുൽ മാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖുൽ നബിയെ, തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനോട് പറയണം, അസ്അലുക്കും അലൈഹി അജ്റ, ഞാൻ ഈ ദീൻ എത്തിച്ചു തന്നു, നിങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു തന്നു, ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ട ഹക്കായ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഇതിനൊന്നും നിങ്ങൾ എനിക്ക് ഈ ലോകത്ത് യാതൊരു പ്രതിഫലവും തരേണ്ടതില്ല, ഇതൊക്കെ അല്ലാഹു തആല തരും. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്തിനാ നിങ്ങളുടെ ഈ വിശ്വാസം നിലനിൽക്കാൻ, ഈ ദീന് എന്നും നിലനിൽക്കാൻ, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബങ്ങളോട് നിങ്ങൾ പ്രത്യേക സ്നേഹവും ബഹുമാനവും പാലിക്കണം. അത് കുടുംബത്തിന് ഗുണമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവർക്കുള്ള ഗുണം അവരുടെ സ്വന്തം തന്നെ ഉണ്ട്. മറിച്ച് അവരെ പ്രത്യേകിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് മറ്റുള്ളവർക്കില്ലാത്തൊരു ആദരവ് കൊടുക്കുന്നത് എന്തിനാണ്? ഈ ദീൻ ഖിയാമത്ത് നാൾ വരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ. ഇത് മുസ്ലിങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഫാത്തിമ വഫാത്തായതിനു ശേഷം രാവോ പകലോ വിട്ടുനിൽക്കാതെ എപ്പോഴും ഖലീഫയുടെ ഖിദ്മത്തിലായിട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും പറഞ്ഞുകൊണ്ട് ഇമാം അലിയാരുണ്ട്. സ്വാഭാവികമാക്കിയ അഹ്ലു ബൈത്ത് എല്ലാവരും ഉണ്ട്. കാരണം അവരുടെ കൂട്ടത്തിൽ മുതിർന്ന ആള് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും അവരെക്കാൾ കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്നത് ഫാത്തിമ ബീവിയുടെ ഭർത്താവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് എന്ന നിലക്ക് ഇമാം അലിയാരെയാണ്. പിന്നീട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഈ 10 വർഷവും ഖലീഫയുടെ ഒരു നിഴല് പോലെ ഇമാം അലി റളിയല്ലാഹു അൻഹു എല്ലാ രംഗത്തും, ഒരു രംഗത്തും വിട്ടുനിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തും സഹാബത്തും ഒറ്റക്കെട്ട, ഒരു തർക്കവും അവർ തമ്മിൽ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തും അതേ രീതിയിൽ തന്നെ പോയി. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രശ്നമാറ്റങ്ങളൊക്കെ വന്നു. അതിന്റെ കാരണം ഇവനാ, ഈ അബ്ദുല്ലാഹിബ്നു സബ. സഹാബത്തിന്റെ മുതിർന്ന സഹാബത്തിന്റെയും ആലിമീങ്ങളുടെയും സാന്നിധ്യമില്ലാത്ത പുതിയ പുതിയ ഇസ്ലാം പ്രവേശിച്ച പ്രദേശങ്ങളിൽ ചെന്ന് ഇവന്റെ പ്രത്യേക തന്ത്രവും വാചാലതയും ഉപയോഗപ്പെടുത്തി മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുകയായിരുന്നു അയാൾ ചെയ്തത്. എങ്ങനെ? അഹ്ലുബൈത്തിനെ പറഞ്ഞിട്ട്, അഹ്ലുബൈത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും പറഞ്ഞിട്ട്.
പറഞ്ഞ് എവിടെ എത്തി? തുടങ്ങിയ എവിടുന്ന? ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അള്ളാന്റെ റസൂല്, തങ്ങളല്ലേ ഇസ്ലാം നമുക്ക് എത്തിച്ചെന്നത്, തങ്ങളല്ലേ മദീന തലസ്ഥാനമായിക്കൊണ്ട് മുസ്ലിം രാഷ്ട്രം സ്ഥാപിച്ചു തന്നത്. സ്വാഭാവികമായും ഈ മതത്തിന്റെയും ഈ രാഷ്ട്രത്തിന്റെയും നേതൃത്വം കഴിവും യോഗ്യതയുമുള്ള അവിടുത്തെ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരല്ലേ അത് ചെയ്യേണ്ടത്. തങ്ങളുണ്ടാക്കിയ ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതിയായി നിൽക്കാൻ തങ്ങളുടെ കുടുംബത്തിൽ യോഗ്യനായ ഒരാളുണ്ടെങ്കിൽ അവരല്ലേ ചെയ്യേണ്ടത്, മറ്റന്യ തറവാട്ടിലല്ലേ. അതൊരു കാര്യം. കൂടുതൽ പഠിക്കാത്ത ആളുകൾ എങ്ങനെ പറയും? അതൊരു കാര്യമാണ്. അപ്പൊ എന്താ ചെയ്ത്? അലി റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബത്തെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ. കാരണം അഹ്ലു ബൈത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് അവരാണ് ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടത്. അവരാണ് ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടത്. എന്നിട്ട് ഒന്നാമത് പറഞ്ഞു ഖലീഫ അബൂബക്കർ തെറ്റൊന്നുമല്ല, പക്ഷെ അഫ്ളലായ അലിയാരുണ്ടാവുമ്പം ആ ഫളീലത്ത് കുറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തത് നന്നായില്ല, ശരിയായില്ല. ഒരു കൂട്ടരോട് അങ്ങനെ പറഞ്ഞു. വേറൊരു കൂട്ടരോട് പറഞ്ഞു അല്ല, അത് അക്രമമാണ്, അന്യായമാണ്. ചില ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇമാം അലിയാരും അബ്ബാസ് റളിയല്ലാഹു അൻഹുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ജഡം വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ ഖിലാഫത്ത് തെരഞ്ഞെടുത്തത്. കാരണം എന്നാ ഓല് വരൂലല്ലോ, ഓൽക്ക് തങ്ങളുടെ ദേഹം സംസ്കരിക്കുന്നത് വരെ അവിടുന്ന് പോരാൻ പറ്റുമോ? ഈ തക്കം നോക്കിയിട്ട് ഉമർ ഖത്താബും സിദ്ദീഖും കൂടി ബോധപൂർവം ചെയ്ത പണിയാണ് മയ്യത്ത് മറമാടാതെ അഹ്ലു ബൈത്തിനെ വിളിക്കാതെ ഒരു സ്വന്തം പോയിട്ട് ഖലീഫയായത്. ഓരോ കൂട്ടരോട് ഓരോന്നാ പറയുന്നത്. അങ്ങനെ ഇയാളുടെ ജീവിതത്തിൽ മാത്രം 12 ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്. ഒരു പ്രദേശത്ത് ഒന്നാ പറയാം, വേറൊരു പ്രദേശത്ത് വേറൊന്ന് പറയും, വേറൊരു പ്രദേശത്ത് വേറൊന്ന് പറയും, വേറൊരു പ്രദേശത്ത് വേറൊന്ന് പറയും. ഇന്നത്തേക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, എത്തിയോട് തന്നെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പോന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടമായപ്പോഴേക്ക് 6 മാസം ഒരു പ്രശ്നമില്ല, ഒരു ബർക്കത്തുണ്ടായി. നമുക്ക് കൂട്ടത്തിൽ പറയുന്നതിന് തെറ്റൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോതിരം ഉണ്ടായിരുന്നു. അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നായിരുന്നു അടിച്ചിരുന്നത്, കൊത്തിവെച്ചതാ. ഔദ്യോഗിക ലെറ്ററുകളൊക്കെ എഴുതുമ്പം ഇതുകൊണ്ടാണ് സീൽ ചെയ്യുക. അപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് സീല് പതിവ്. മുസ്ലിം രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക സീലായിട്ട് അത് ഉപയോഗിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളുടെ ശേഷം അത് തന്നെ ഔദ്യോഗിക സീലായിട്ട് സ്റ്റാമ്പായിട്ട് ഉപയോഗിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അത് തന്നെ ഉപയോഗിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല 6 വർഷക്കാലം അത് തന്നെ ഉപയോഗിച്ചു. 6 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കാലാവസ്ഥയിൽ മാറ്റം വന്നു. നീണ്ട ചരിത്രമുണ്ട്, ഖിലാഫാവിന്റെ ചരിത്രം പറഞ്ഞതാണ്. എങ്കിലും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുബയിൽ പോയിരുന്നു ഒരാവശ്യത്തിന്. ഖുബയിൽ പോയി അവിടെ ഒരു കിണറുണ്ട്. ആ കിണറ്റിന്റെ വക്കിലിരുന്നു. ഒരു കടലാസിൽ സീൽ, എപ്പോഴും സെക്രട്ടറിന്റെ കയ്യിലാണ് ഈ സീൽ ഉണ്ടാകുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സെക്രട്ടറി മർവാനാ ദീർഘകാലം. സീൽ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ സെക്രട്ടറിയോട് വാങ്ങിയിട്ട് സീൽ ചെയ്യും, തിരിച്ചങ്ങോട്ടും കൊടുക്കും. ഈ കിണറ്റിന്റെ വക്കത്ത് ഇങ്ങനെ ഇരുന്ന് കടലാസ് ഒപ്പിടാൻ വേണ്ടിയിട്ട് മോതിരം വാങ്ങി കടലാസിൽ ഒപ്പിട്ട് കടലാസ് കൊടുത്തു. മോതിരം വീണ്ടും സെക്രട്ടറിയുടെ കയ്യിലേക്ക് കൊടുത്തതാ, കിട്ടിയില്ല. ഇവിടുത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയ്യിൽ നിന്ന് വിട്ടും ചെയ്തു, സെക്രട്ടറിയുടെ കയ്യിൽ പിടികിട്ടിയില്ല. കിണറ്റിൽ വീണിട്ട് മുങ്ങൽ വിദഗ്ധരെ ഇറക്കി പരമാവധി പരിശോധിച്ചിട്ട് കണ്ടുകിട്ടിയില്ല. അവസാനം വെള്ളം മുഴുവനും വറ്റിച്ച് കിണറ്റിന്റെ അടിയിലെ മുഴുവൻ ചളിയും വാരി പരിശോധിച്ചു. മോതിരം മാത്രം കിട്ടിയില്ല. ആ മോതിരം നഷ്ടപ്പെട്ടത് മുസ്ലിം ഉമ്മത്തിന് ഒരു ദൃഷ്ടാന്തമാണ്. അതോടുകൂടി അനൈക്യം തുടങ്ങി. പല കാരണങ്ങളാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി നിരന്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം ഒരു മോതിരം ഉണ്ടാക്കിയതുകൊണ്ട്
പള്ളിയുണ്ട് ഉണ്ടാക്കിയിട്ട് അതിലും ഇങ്ങനെ തന്നെ നഖ്ഷ് മുഹമ്മദ് റസൂലുള്ളാഹി തന്നെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മോതിരത്തിന്റെ ബർക്കത്ത് പിന്നെ അതിന് കിട്ടിയിട്ടില്ല. പിന്നീട് വന്ന 6 വർഷക്കാലത്തുള്ള ഫിത്നകളുടെ പിന്നിൽ മുഴുവനും പ്രവർത്തിച്ചത് അബ്ദുല്ലാഹി ഇബ്നു സബവും അവൻ രൂപീകരിച്ച ഈ 12 ഗ്രൂപ്പുകളിൽപ്പെട്ട വിവിധ ഗ്രൂപ്പുകളുമാണ് കളിച്ചത്. പക്ഷെ അന്നവർക്ക് ഷിയത്ത് എന്ന് പേരില്ല. അബ്ദുല്ലാഹി ഇബ്നു സബാണ് ഇതിന്റെ മുഴുവൻ തുടക്കക്കാരൻ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ വിപ്ലവത്തിനിറങ്ങി. നമുക്കൊക്കെ അറിയും പോലെ 4000 ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഒരുമിച്ച് കൂട്ടപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സബയുടെ ആദർശവും ആശയവും ഉൾക്കൊള്ളുന്ന 4000 ആളുകൾ അവരെ അട്ടിമറിക്കാൻ വേണ്ടി, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടിയിട്ട് മദീന ലക്ഷ്യം വെച്ച് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വലഞ്ഞു, വിരോധം ഏർപ്പെടുത്തി. അപ്പൊ കൈസറും ഞെട്ടിവിറക്കുന്ന ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധവും ശക്തവുമായ രാഷ്ട്രമാണല്ലോ മുസ്ലിം രാഷ്ട്രം. എന്നിട്ട് ഈ 4000 സാധാരണക്കാരായ മുബ്തദീങ്ങളുടെ ഷെറിനെ തൊട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധപൂർവ്വമുള്ള ഓർഡറാണ്. ഒരു മുസ്ലിമിന്റെ രക്തം എന്റെ പേരിൽ ചിന്താൻ പാടില്ല. അവരെ നിങ്ങൾ സാഹബത്ത് ആവശ്യപ്പെട്ടതാ. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ സഹാബാക്കളെല്ലാം വന്ന് കാല് പിടിച്ചപേക്ഷിച്ച് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. 1 മണിക്കൂർ കൊണ്ട് ഈ 4000 ആളെ ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. അരുത്, ആയുധമെടുക്കരുത്, മുസ്ലിങ്ങൾ തമ്മിൽ പൊരുതരുത്. എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല, അവരുടെ ലക്ഷ്യം എന്നെയല്ലേ, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സമുദായം തമ്മിൽ രക്തം ചിന്തണ്ട. 4000 ആളുകൾ പേരെന്തൊക്കെയായാലും അവർ മുസ്ലിങ്ങൾ തന്നെയല്ലേ, തെറ്റുകാരാണെങ്കിലും. അങ്ങനെ മുസ്ലിങ്ങൾ തമ്മിൽ പടപൊരുതി എന്റെ രക്തം രക്ഷിക്കാൻ വേണ്ടി മുസ്ലിം രക്തം ചിന്താൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ എന്നോട് പറഞ്ഞത് ക്ഷമിക്കാനാണ്. രാജിവെച്ചു കൊടുക്കലേ ഓരോരോ ആവശ്യം. നബി തങ്ങൾ പറഞ്ഞു പാടില്ല, രാജിവെച്ചുകൂടാ, ക്ഷമിച്ചിരുന്നോളൂ. അവസാനത്തെ രാത്രി പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാത്ത ദിവസം, വീട് വളഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടാതെ പകൽ നോമ്പ് നോറ്റ് വൈകിട്ട് നോമ്പ് തുറക്കാൻ നോക്കുമ്പോ പച്ചവെള്ളമില്ല. അങ്ങനെ നോമ്പ് തുറക്കാൻ ഒരു നിവൃത്തിയില്ലാതെ രാപ്പാർത്ത മഹാനവറുകൾ അന്ന് രാത്രി ഉറക്കത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. കിടക്കുന്ന റൂമിന്റെ ജനലിന്റെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു, ഉസ്മാൻ നിങ്ങൾ നോമ്പ് തുറന്നില്ലല്ലോ? ഇല്ല നബി. നിങ്ങൾക്ക് അവർ വെള്ളം തന്നില്ലല്ലോ? ഇല്ല. വരൂ, നിങ്ങൾക്ക് വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബക്കറ്റ് നല്ല മധുരമേറിയ പാല് കുടിച്ചോളൂ പറഞ്ഞു, മതി വരോളം കുടിച്ചോളൂ. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് അണിയിച്ച ഈ ഖിലാഫത്താവുന്ന സ്ഥാനപത്രം നിങ്ങളിൽ നിന്ന് ഊരിക്കളയാൻ ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ട്, വഴങ്ങിക്കൊടുക്കരുത്, നിങ്ങൾ ക്ഷമിച്ചിരിക്കൂ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഒന്നിച്ച് നോമ്പ് തുറക്കാം. പിറ്റേന്ന് രാവിലെ നോമ്പ് തുറന്നു. അപ്പോക്ക് ഭാര്യ എന്തൊക്കെയോ എവിടെയൊക്കെയോ പൊന്തിട്ട് വെള്ളം കിട്ടീന്, കുറച്ച് ഭക്ഷണവും കിട്ടീന്. സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് എഴുന്നേൽക്കുന്നത്. പറഞ്ഞു, നിങ്ങൾ ഇന്നലെ നോമ്പ് തുറന്നിട്ടില്ലല്ലോ, ഒന്നും ഭക്ഷണം കഴിച്ച് കാത്തു തരല്ലേ, വെള്ളമുണ്ട്, കുറച്ച് ഭക്ഷണമുണ്ട്, നിങ്ങൾ നോമ്പ് തുറക്കാം, ഭക്ഷണം കഴിക്കുക. അല്ല, ഞാൻ നോമ്പ് വെച്ചണ്, നോമ്പായി ഫജറായല്ലോ, നോമ്പ് വെച്ചു. നിങ്ങൾ നോമ്പ് വെക്കണം, ഒന്നും കഴിക്കിട്ടില്ലല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് നോമ്പ് തുറക്കാൻ വേണ്ടത് കൊണ്ടുവന്നു, എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ രാജിവെച്ചില്ല. മഹാനായ ഇമാം അലിയാരും
ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ അവര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പം അവര് പട്ടണം വിട്ട് മക്കളെ മാമരിയാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും വാളും കൊടുത്തിട്ട് അയച്ചു. ഉസ്മാന്റെ വീട് കാത്തിരുവോളും, നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തൂടെ ഒരു ശത്രു ഉള്ളിൽ കടന്നാൽ നിങ്ങളെ ഞാൻ അതിന് പകരം ശിക്ഷിക്കും. അങ്ങനെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു മക്കളെ അയച്ചു, സുബൈർ റളിയല്ലാഹു അൻഹു അയച്ചു. അവരൊക്കെ വീട്ടിന്റെ ചുറ്റുഭാഗത്തും നിൽക്കുന്നു. പക്ഷെ ബേക്ക് മറ്റൊരു വീടിനോട് ചാരിയിട്ടുള്ള മതില, അവിടെ ആർക്കും നിൽക്കാൻ കഴിയൂല. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ദിവസം ഖുർആൻ ഓതിക്കൊണ്ട് ളുഹാ വഖത്തിലാണ്, നോമ്പ് നോറ്റ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂന്ന് ഭാഗത്തും സഹാബാക്കൾ യുവാക്കൾ കാത്തിരിക്കുകയാണ്, ആയുധം പിടിച്ചിട്ട് ആരെങ്കിലും ശത്രുക്കൾ അടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലാക്കി അവരെന്താക്കി, അടുത്ത വീട്ടുവളപ്പിൽ കയറിയിട്ട് ആ വീട്ടുവളപ്പിന്റെ മതിലിലൂടെ വീട്ടിന്റെ പിൻവശത്ത് അടുക്കളയിലൂടെ കയറി. അടുക്കളയിലൂടെ കയറി കൂട്ടത്തിൽ ചരിത്രം നേരത്തെ നിങ്ങൾ പഠിച്ചതായിരിക്കും, നമ്മളിവിടെ നേരത്തെ പറഞ്ഞതാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ തെറ്റിദ്ധരിപ്പിച്ച് മൂപ്പരുണ്ട് കൂട്ടത്തിൽ. അവര് ഇവരാളൊന്നുമല്ല, പക്ഷേ മിസ്റിലെ അമീറായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചതാ. എന്നിട്ട് ഇവര് കൽപ്പിച്ചു കൂട്ടി തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ കൊല്ലാനും നിലവിലുള്ള അമീർ നിലനിർത്താനും വേണ്ടിയിട്ട് ഒരു കള്ളക്കത്ത് തയ്യാറാക്കി കൃത്രിമമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സീൽ ചെയ്ത് ഇവരുടെ അനുയായിയായ ഒരു അടിമയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. ഏതായാലും ആയിട്ട് അങ്ങനെ പിടിക്കപ്പെട്ടു. ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് അവിടെ എത്തൂല. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു കയറി ചെന്നിട്ട് താടിക്ക് പിടിച്ചു. മുമ്പ് താടിക്ക് പിടിച്ച മുമ്പ് ഷിയക്കാരനായതുകൊണ്ടല്ല, മറിച്ച് നേരിട്ടൊന്ന് പറയാ, ചതിയായിട്ട് വേറൊരു കള്ളക്കത്ത അയച്ചിട്ട് ഇന്നെ കൊല്ലാൻ വേണ്ടി പറയാ, അത് നിങ്ങൾ ചെയ്തോന്നറിയാൻ വേണ്ടിയിട്ട്. അത് യഥാർത്ഥത്തിൽ ഈ ഷിയാ വിഭാഗം മനഃപൂർവ്വം ചെയ്ത കൃത്രിമമായിരുന്നു, ബോധപൂർവം ആസൂത്രിതമായി ചെയ്തതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കാര്യം മാത്രം മതി, മോനെ, മൂപ്പര് പ്രകോപിതനൊന്നും ആകാതെ ശാന്തമായി, മോനെ, ഈ ഒരു സന്ദർഭം നിന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണെങ്കിൽ അദ്ദേഹം സങ്കടപ്പെടും. ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, മരണം വരെ അണവിരിയാത്ത ചങ്ങാതിമാരായിട്ടാണ് ജീവിച്ചത്. ഇപ്പോൾ നീ എന്നെ ആക്രമിക്കാൻ തയ്യാറായി, എന്റെ താടി പിടിച്ച ഈ കാഴ്ചയെങ്ങാനും നിന്റെ വാപ്പ കണ്ടിരുന്നെങ്കിൽ ഉടനെ അയാൾ പിടിവിട്ടു പിന്മാറി. പിന്നീട് ഈ വന്ന അക്രമികളിൽപ്പെട്ട രണ്ടാളുകളാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വെട്ടിക്കൊല്ലുന്നത്. ഭാര്യമാരും മക്കളും ഇരിക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കും. ഇത് ഈ അബ്ദുല്ലാഹി ഇബ്നു സബയിന്റെ ആളുകളാണ്. ചരിത്രം വിശാലമായി പറഞ്ഞാൽ എവിടെയോ എത്തും, അവിടേക്കൊന്നും ഞാൻ കിടക്കണില്ല. ഇതാണ് അവര് ആദ്യമായിട്ട് ചെയ്ത തുറന്ന ഇസ്ലാമിനോടുള്ള പോരാട്ടം. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യ പുത്രനാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. ഇവിടെ സഹാബത്തെല്ലാം ശ്രമിച്ചിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിക്കാതെയാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അവരൊരു വാക്ക് പറയുകയാണെങ്കിൽ ഈ പറയുന്ന സഹാബത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടും. ഈ ശത്രുക്കളെ അവർ ഒരു മണിക്കൂർ കൊണ്ട് പരാജയപ്പെടുത്തും. ആ സമ്മതം കിട്ടാഞ്ഞിട്ടാ. ഇനി സമ്മതം കാത്തിരിക്കാതെ മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലെ സൈന്യവും വരുന്നുണ്ട് എന്ന ന്യൂസ് ഇവർക്ക് കിട്ടി. അതുകൊണ്ടാണ് പെട്ടെന്ന് പിൻവാതിലിലൂടെ കയറി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കാരണം ഷാമുകാർ വന്നാൽ പിന്നെ പിടിച്ചിക്കാൻ കഴിയില്ല. ഈ കൊല്ലലും കഴിഞ്ഞ് അവര് വന്നതുപോലെ വിവിധ നാടുകളിലേക്ക് തിരിച്ചുപോയി. കൂഫയ്ക്ക് പോയവരുണ്ട്, ബസറയ്ക്ക് പോയവരുണ്ട്, ഈജിപ്തിക്ക് പോയവരുണ്ട്, യമനിൽ പോയവരുണ്ട്. പല സ്ഥലത്തും ഉന്നക്കായി പൊട്ടിയതുപോലെ ചിതറി. ഇനിയൊരു ഖലീഫ വേണമല്ലോ. ഇവരുടെ താല്പര്യം ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് ഖലീഫയാവണം.
ഇപ്പൊ പട്ടണം വിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് പോയി സ്വകാര്യമായി താമസിക്കാവരൊക്കെ വലിയ നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് കേട്ടോ. ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നു ഒരു സഹാബിയും വിചാരിച്ചിട്ടില്ല. അവർ തിരിച്ചു വന്നു. ആകെ കലുഷിതമായ അന്തരീക്ഷം. ഈ ദിവസങ്ങളിൽ ഇമാമ് നിസ്കരിക്കുന്നത് ഈ അക്രമികളുടെ നേതാവാണ്. മദീനത്തെ മസ്ജിദ് നബവിയിൽ ഇമാമ് നിസ്കരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ ഇറങ്ങാനേക്കാതെ അവിടുത്തെ ജമാഅത്ത് അവരാ നടത്തുന്നത്. പക്ഷെ അവരെ ഖലീഫയായിട്ട് മുസ്ലിം ലോകം അംഗീകരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഇവര് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു, ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചു. ഒക്കെ നല്ല ആളുകളാണ്, മഹാന്മാരാണ്. അവര് പറഞ്ഞു, നിങ്ങൾ അതിന്റെ അർഹരല്ല. ഇസ്ലാമിലെ ഖലീഫയെ തിരഞ്ഞെടുക്കാനും നിശ്ചയിക്കാനും ബദരീങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ബദരീങ്ങളും അത് കഴിഞ്ഞാൽ ബൈഅത്തുർ റിദ്വാന്റെ ആളുകളുമാവുന്ന സാബിഖൂനൽ അവ്വലൂനാണ്. നിങ്ങൾക്കതിൽ അർഹതയില്ല. നിങ്ങൾക്ക് ഖലീഫയെ നിശ്ചയിക്കാനുള്ള അവകാശം ഇല്ല. എല്ലാ പ്രമുഖ സഹാബാക്കളും അതേ അഭിപ്രായം തന്നെ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നപ്പോൾ അതേ വാക്ക് തന്നെ പറഞ്ഞു. നിങ്ങളാരാണ് ഖലീഫയെ തിരഞ്ഞെടുക്കാൻ? ഞാൻ ഖലീഫ ആവണമെന്ന് പറയാൻ നിങ്ങളാരാണ്? നിങ്ങൾ ബദരീങ്ങളാണോ? ബൈഅത്തുർ റിദ്വാന്റെ ആളുകളാണോ? വസ്സാബിഖൂനൽ അവ്വലൂന എന്ന് പറഞ്ഞ മുഹാജിർ അൻസാറുകളാണോ? അവർക്കാണ് ഇതിന് അവകാശം. നിങ്ങൾക്ക് പോകാം. അവരെ ആട്ടിവിട്ടു. ഇവർക്ക് മനസ്സിലായി പ്രശ്നം ഗുരുതരാവും. ഒരു ഖലീഫയെ പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് ഇവർ പറഞ്ഞു, രണ്ടാലൊന്ന് ഇപ്പൊ തീരുമാനിച്ചോളൂ. ഒന്നിരിക്കൽ ഇപ്പോൾ നിങ്ങൾ അലിയാരെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോ കൊല്ലും ഞങ്ങൾ. മരിക്കണോ ജീവിക്കണോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കാരണം അശ്റത്തുൽ മുബശ്ശിറയിൽപ്പെട്ടവരാണ്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, അശ്റത്തുൽ അവരാണ് ഖലീഫമാരാണ്ട്. അപ്പൊ നിങ്ങൾ എന്താക്കണം? അലിയാരെ ഖലീഫയായി ബൈഅത്ത് ചെയ്യണം. നിങ്ങൾ ബദരിയാണ്, ബൈഅത്തുർ റിദ്വാന്റെ ആളാണ്. ഇല്ലെങ്കിൽ കൊല്ലും. നമുക്ക് മരിക്കണം എന്നാണോ? എന്നാ അങ്ങനെയാണ്. അല്ലേ ജീവിക്കണോ? എന്നാ അലിയാരെ ഖലീഫയാക്കണം. നിർത്തില്ല. പിന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികെ ചെന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ആദ്യ ഖലീഫ ഒക്കെ പറഞ്ഞു അവക്കാട്ടി വിട്ടതാണ്. അലിയാരെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യണം നിങ്ങൾ. ഒന്നാമത് ത്വൽഹത്ത് ചെയ്യും, രണ്ടാമത് സുബൈർ നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ രണ്ടുപേരും ബൈഅത്ത് ചെയ്താൽ മദീനയിലുള്ള സഹാബാക്കൾ എല്ലാവരും ബൈഅത്ത് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും. അപ്പൊ അലിയാർ ഖലീഫ ആണ്, ഇതിന് ആർക്കും എതിരില്ല. പക്ഷെ അതിന് അർഹതപ്പെട്ടവർ തെരഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ സഹാബത്ത്, മദീനയിലുള്ള എല്ലാ സഹാബാക്കളും ഇത്തിഫാഖായ. ഏതായാലും ഇവരോട് എതിർത്തോട് കാര്യമല്ലല്ലോ, നമുക്ക് കാര്യം നിർവഹിക്കാൻ ഖലീഫ വേണ്ടേ. അങ്ങനെ ഖലീഫ ആയിട്ട് ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ആദ്യമായിട്ട് ബൈഅത്ത് ചെയ്തത് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. അപ്പൊ തന്നെ ചില ലക്ഷണം പറയുന്ന ആളുകളുണ്ടല്ലോ, ലക്ഷണം പറയുന്ന ആളുകൾ പറഞ്ഞു, ഈ ബൈഅത്ത് താമാവുകയില്ല. എന്താ കാരണം? ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിർത്താതെ അമ്പെയ്ത്ത് നടത്തി. നബി തങ്ങൾക്കെതിരിൽ വന്ന വെട്ടുകളെല്ലാം അവിടുത്തെ വലത് കൈ കൊണ്ടിട്ട്, ഇടത്തെ കൈയിൽ വാള് പിടിച്ച് വലത് കൈ കൊണ്ടിട്ട് പരിചയം നഷ്ടപ്പെട്ടിരുന്നു. തടുത്ത് ഇതിന്റെ മസിൽ നഷ്ടപ്പെട്ടു പോയി. വലത്തെ കൈ കുഴഞ്ഞു. അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് വലത്തെ കൈ ഉഹദ് യുദ്ധത്തിൽ കുഴഞ്ഞതാ. പിന്നീട് മുഴുവൻ വഫാത്ത് വരെയും യുദ്ധം ചെയ്തൊക്കെ ഒറ്റ ഇടത്തെ കൈ കൊണ്ടാണ്. അപ്പോ കൈ പിടിക്കുക വലത്തെ കൈ കൊണ്ടാണല്ലോ ബൈഅത്ത് ചെയ്യാൻ പിടിക്കുക. അപ്പൊ ഈ കുഴഞ്ഞ കൈ കൊണ്ടാണ് ആദ്യമായിട്ട് ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഒരാൾ ബൈഅത്ത് ചെയ്യുന്നത്. രണ്ടാമത് സുബൈർ റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്തു. ഇവർ രണ്ടുപേരും ബൈഅത്ത് ചെയ്തു. മദീനയിലുള്ള എല്ലാ സഹാബാക്കളും ഒരഭിപ്രായത്താസുമില്ല, സർവസമ്മതമായി ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി അംഗീകരിച്ചു, ബൈഅത്ത് ചെയ്തു. അതിൻ്റെ ഇടക്ക് ഇവിടുന്ന് തിരിച്ചുപോയ കൂഫയിലും ബസ്രയിലും പ്രശ്നങ്ങളായി. ഇവിടുന്ന് കുഴപ്പമുണ്ടാക്കിയോലൊക്കെ തടിയും കൊണ്ട് പോയില്ലേ, ഓരോ സ്ഥലത്തേക്ക് പോയി.
അങ്ങനെ കൂഫയിലും ബസറയിലും കുഴപ്പം നടക്കുന്നു. ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട കുഴപ്പം അടക്കാൻ വേണ്ടി പോയ ആയിഷ റളിയല്ലാഹു തആല അൻഹുണ്ട്, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുണ്ട്, സുബൈർ റളിയല്ലാഹു അൻഹുണ്ട്. അവരുടെ കീഴിൽ വലിയൊരു സൈന്യവുമുണ്ട്. അങ്ങനെ ബസറയിൽ ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പ്രത്യേകം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വിഭാഗം സൃഷ്ടിച്ചത് മുഅ്മിനീങ്ങള് പണ്ടേ തന്നെ ഉണ്ട്. അതിന്റെ പുറമെ ഈ സബയ്യാക്കൾ ഉണ്ടാക്കിയ ഈ കുഴപ്പക്കാരിൽ ഭൂരിപക്ഷവും അവിടെയാണ്. അപ്പൊ അവിടെയായിരിക്കും കുറച്ചുകൂടി സുരക്ഷിതത്വം എന്ന് മനസ്സിലാക്കി ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങള് കൂഫയിലേക്ക് പോയി. അങ്ങനെ കൂഫ തലസ്ഥാനമായി. അവിടെയുള്ള കൂഫയിലുള്ള പ്രമുഖരൊക്കെ ബൈഅത്ത് ചെയ്ത കൂട്ടത്തിൽ ഈ സബയ്യാക്കൾ മുഴുവനും ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. അതിൽ ഏറ്റവും ശക്തനാണ് അഷ്തർ എന്ന പേരിൽ അറിയപ്പെടുന്ന മാലിക്. അഷ്തർ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അയാൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞ ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് നീക്കം നടത്തിയ ആളാണ്. ജീവിതത്തിൽ പരാജയം എന്താണെന്ന് രുചിച്ചറിയാത്ത അങ്ങനത്തെ ഒരു മനുഷ്യനായി അഷ്തർ. അങ്ങനെയുള്ള വലിയ പടനായകന്മാരുൾപ്പെടെ അവരിലുണ്ടായിരുന്നു. അവരൊക്കെ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു ഇവരെ ഒരിക്കലും ആദർശപരമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രശ്നം ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു ആദ്യം ബസറയിൽ പോയി. ബസറയിൽ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ത്വൽഹത്ത് സുബൈർ റളിയല്ലാഹു തആല അൻഹുമയുടെയും നേതൃത്വത്തിലുള്ള സൈന്യം തന്റെ സൈന്യവുമായി ചർച്ച ചെയ്ത് കാര്യങ്ങളുടെ നിജസ്ഥിതി രണ്ടു കൂട്ടരും മനസ്സിലാക്കി പ്രശ്നങ്ങളെല്ലാം മസ്ലഹത്തായി സന്തോഷത്തോടുകൂടി പിരിയാൻ നിൽക്കുക. പക്ഷേ നാളെ പകല് ബസറയിലെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഈ ഒത്തൊരുമിച്ച് ഐക്യമായ വിഷയം പ്രഖ്യാപനം നടത്തണം എന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ചു. വളരെ സന്തോഷായി. മുഅ്മിനീങ്ങളൊക്കെ ശാന്തമായി അല്ലാഹ് അൽഹംദുലില്ലാഹ് പ്രശ്നമൊക്കെ പരിഹാരമായല്ലോ എന്ന നിലക്ക് ശാന്തമായി കിടന്നുറങ്ങാണ്. പക്ഷേ രണ്ട് കക്ഷിയിലും കേറിക്കൂടിയ ഈ സബയികളുണ്ട്. അതാ പിന്നീട് ഷിയായി മാറുന്നത്. സബയികളുണ്ട്. അവർക്ക് തീരെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. കാരണം നാളെ നേരം പുറന്നാൽ ബസറയിലും കൂഫയിലുമുള്ള ഈ മുഅ്മിനീങ്ങളും ആയിഷാബിയും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സുബൈർ റളിയല്ലാഹു അൻഹു പുറത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒന്നായി കഴിഞ്ഞാൽ നമ്മളെ പിടിക്കപ്പെടും. ഇവർ തമ്മിൽ ഇങ്ങനെ സംഘട്ടനവും പ്രശ്നവും ഉണ്ടെങ്കിലേ നമ്മളിലേക്ക് തിരിയാൻ പറ്റാതെ ഉള്ളൂ. ഇവരൊന്നായി കഴിഞ്ഞാൽ, ആ മുസ്ലിമീങ്ങൾ ഒന്നായി കഴിഞ്ഞ് ഒറ്റക്കെട്ടായാൽ നമ്മളെ പിടികൂടപ്പെടും. രണ്ടു കൂട്ടർക്കും ഞങ്ങളെ ശത്രുക്കളാണ്. ഇമാം അലിയാരും നമ്മളെ ശത്രുക്കളാണ്, മറ്റോരും നമ്മളെ ശത്രുക്കളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവരെന്താക്കി? കുറെ സൈന്യം ആയിഷ ബീവിന്റെ ആ കൂട്ടരുടെ തമ്പിൽ പോയിട്ട് ബേക്ക് ഭാഗത്ത് കൂടി. കുറെ ആളുകൾ ബഹുമാനപ്പെട്ട ഇമാം അലിയാരെ തമ്പിന്റെ ബേക്കിലും കൂടി. ഇതാരും അറിയില്ല, ഇവര് തമ്മിലേ അറിയുള്ളൂ. അങ്ങനെ ശാന്തരായി കടന്നുറങ്ങിയവര് അർദ്ധരാത്രി കഴിഞ്ഞ് സഹാബത്തല്ലേ, അവരെല്ലാം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. എല്ലാവരും തഹജ്ജുദിൽ വ്യാപൃതരായി എന്ന് കണ്ടപ്പോ പിന്നെ ലോകത്തിന്റെ ചിന്തല്ലേ. അലി റളിയല്ലാഹു തആലയുടെ തമ്പിന്റെ ബേക്കിൽ ഒരുമിച്ച് കൂടിയ ഈ സബയികൾ ആയിഷ ബീവിയുടെ തമ്പിന്റെ ഭാഗത്തേക്ക് അമ്പ് ചെയ്യാൻ തുടങ്ങി. ഇവിടുന്ന് ഇങ്ങനെ അമ്പ് വരാൻ തുടങ്ങിയപ്പം അവിടെ ഉണ്ടല്ലോ പോയി കുത്തിരിക്കുന്ന കൂട്ടര്, അവര് തിരിച്ചിങ്ങോട്ടും അമ്പ് ചെയ്യാൻ തുടങ്ങി. രണ്ട് ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിലെ ആളുകളൊക്കെ നിസ്കാരത്തിന് സലാം വീട്ടി ഞെട്ടി, എന്താ നടക്കുന്നത്? ഇങ്ങനെ എത്തിയോ മുസ്ലിങ്ങൾ? നമ്മളെല്ലാ പ്രശ്നവും പരിഹരിച്ച് ശാന്തമായി തീർന്ന് നാളെ പ്രഖ്യാപിക്കാൻ നിൽക്കുകയാണ്. ചതിയാണ് ആയിഷ ബീവിയും കൂട്ടരും ചെയ്യുന്നത്. അവര് കണ്ടപ്പോ തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾക്കെതിരിൽ ഇരുട്ടത്ത് അമ്പ് ചെയ്യാണ്. ഓരോ അതേ ചിന്ത, ഈ അലിയാരെങ്ങനെ നമ്മൾ വിശ്വസിക്കുക? എന്ത് തോന്നിയാസം അവരീ ചെയ്യുന്നത്? എല്ലാ പ്രശ്നവും പറഞ്ഞ് തീർന്ന് സുൽഹായിട്ട് നാളെ പ്രഖ്യാപിക്കാനിരിക്കുമ്പോ ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന പാതിരാത്രി സമയത്ത് ഇങ്ങോട്ട് അമ്പയ്യാണ്. രണ്ടു കൂട്ടരും തെറ്റിദ്ധരിച്ചു. അലിയാരെ കൂട്ടത്തുനിന്നാണെന്ന്
മറ്റേ സുബൈർ തൊൽഹത്ത് ആയിഷ ബീവിന്റെ കൂട്ടർ വിചാരിച്ചു. അലിയാര ഭാഗത്തുള്ളവര് ഇവരിങ്ങോട്ടാണ്. പിന്നെ പൊരിഞ്ഞ യുദ്ധാണ്. നേരം പുലർന്ന് ഉച്ചവരെ തുടരെ യുദ്ധം. രണ്ടും സഹമത്തല്ലേ, ആരും പിന്മാറൂലല്ലോ. ഇവര് തക്കം പാർത്ത് തടിയാത്ത് ഈ സഭകൾ ഒരതുണ്ടാക്കി. എന്നാൽ മുന്നണിയിൽ തന്നെ ആരുണ്ട്? അസ്തറുണ്ട്, അലി റളിയല്ലാഹുവിന്റെ കൂടെ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു ആയിഷ ബീവിന്റെ അംഗരക്ഷകനായിട്ടുള്ളത്. ജീവിതത്തിൽ ഒരിക്കലും ഒരു ശത്രുവിനും പരാജയപ്പെടുത്താൻ കഴിയാത്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അസ്തറും. അതേ നമ്പറാണ്. ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴല്ലാതെ പ്രശ്നത്തിന് ഒരടി രണ്ടു കൂട്ടരും പിന്നോട്ട് വെക്കാതെ വന്നപ്പം അലിയാര് പറഞ്ഞു, ഇത് പോയാൽ മുസ്ലിങ്ങൾ നശിച്ചു പോകും, ഒരു കാര്യം ചെയ്യും. അസ്തറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ അസ്കർ എന്നായി സൈന്യ ഈ ഒട്ടകത്തിന്റെ പേര് ഇനി ആയിഷ ബീവിന്റെ കുറ്റപ്പേരായിട്ട് പിൽക്കാലത്ത് ഷിയാക്കൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അസ്കർ. ഈ അസ്കർ എന്ന് പറയുന്ന ഈ ഒട്ടകപ്പുറത്ത് വലിയൊരു ഒട്ടകത്തിന്റെ കൂടാരമുണ്ടാക്കി അതിൽ വെച്ച് അത് മൂടി, ഒന്നും അറിയില്ല. ഈ ഒട്ടകം ആയിഷ ബീവി ഇതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് എന്ന് അറിയുന്നല്ലാതെ ഒന്നും അറിയില്ല. അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ആ ഒട്ടകത്തിന്റെ കാലാണ് വെട്ടുക. താഴെ പോകുമ്പോൾ നിലത്ത് പതിയരുത്. കാരണം ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷ റളിയല്ലാഹു തആല ആണ് അതിലിരിക്കുന്നത്. അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. കാല് വെട്ടി ഒട്ടകം താഴെ വീഴുമ്പം ഈ ഹൗദജ്, ഈ കൂടാരം നിങ്ങൾ 4 ഭാഗത്തുനിന്നും താങ്ങി പിടിക്കണം, താഴെ വീഴാനേക്ക്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ തള്ളി മാറ്റി തന്റെ ശക്തി കൊണ്ടിട്ട് വെട്ടി ഒട്ടകത്തിന്റെ കാലുറച്ചു. താഴെ വീഴുമ്പം 4 ഭാഗത്തും താങ്ങി. ഒരു ഭാഗത്ത് സ്വന്തം ആങ്ങള അബ്ദുറഹ്മാനും അബൂബക്കർ റളിയല്ലാഹു അലിയാരെ കൂടെയാണ് എന്നും ഫാത്ത് വരെയും അലിയാരെ കൂടെയാണ് അബ്ദുറഹ്മാനും അബൂബക്കർ റളിയല്ലാഹു ഉണ്ടായിരുന്നത്. അങ്ങനെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി അവരെ തമ്മിൽ സുരക്ഷിതമായി വെച്ചു. അതോടുകൂടി ആ ഭാഗത്ത് ആളുകൾ പിന്മാറി, യുദ്ധം അവസാനിച്ചു. ഈ യുദ്ധം ഉണ്ടാക്കിയതും ഈ ആയിരക്കണക്കിനല്ലെങ്കിൽ 100കണക്കിന് ആളുകൾ 2 ഭാഗത്തുനിന്നും കൊല്ലപ്പെടാനും ഇവര് രാത്രിയുടെ ഇരുട്ടിൽ നടത്തിയ ഗൂഢാലോചനയാണ്. അവര് അരിയാരാളുമല്ല, അവര് മറ്റോടത്ത് ആയിഷ ബീവിന്റെ ആളുമല്ല, 2ന്റെ ആളുമല്ല. ഇവര് അബ്ദുല്ലാഹി ഇബ്നു സബ ഉണ്ടാക്കിയ ഈ വ്യാജവർഗമാണ്. പക്ഷേ എങ്കിലും മുആവിയ റളിയല്ലാഹു തആല ഇതിനൊന്നും വന്നിട്ടില്ല. പിന്നീട് മുആവിയ യുദ്ധത്തിന് വന്നു, സുഫീനിൽ ഏറ്റുമുട്ടി. അവിടെ മുതലാണ് പേരെടുത്ത് സംഘമായിട്ട് ഷിയത്ത് അലി എന്നും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഷിയത്ത് മുആവിയ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് കക്ഷിയായിട്ടാണ് ഇതുവരെ ഉള്ളിലൂടെ പ്രവർത്തനം. ഈ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടാക്കിയ കുഴപ്പവും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വധവും പിന്നീട് ജമൽ യുദ്ധത്തിൽ നടത്തിയ ഈ വഞ്ചനയും എല്ലാം അവര് രഹസ്യമായിട്ട് നടത്തിയ. അന്ന് ഷിയത്ത് എന്ന് പേരില്ല. ഒരു ഭാഗത്ത് മുആവിയ റളിയല്ലാഹുവിനും ഒരു ഭാഗത്ത് അലി റളിയല്ലാഹുവിനും 2ആയി നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പം ഇമാം അലി റളിയല്ലാഹുവിനെ അനുകൂലിക്കുന്നവർക്കൊക്കെ ഷിയത്ത് അലി എന്ന് പറയും. അതിൽ എല്ലാ സഹാബാക്കളും സുന്നികളും തന്നെയാണ് മഹാഭൂരിപക്ഷം. ഇവര് കുത്തിത്തിരിപ്പിന് വേണ്ടി കൂടണ്ട് എന്നുള്ളൂ. മറ്റോരും അങ്ങനെ തന്നെ. അവര് പിന്നെ ആദ്യം തന്നെ സുന്നികളാണ്. ഷിയത്തിൽ ആണെങ്കിൽ പോലും അവര് ഷിയത്ത് മുആവിയ എന്നാണ്. ഇങ്ങനെ 2 ഷിയത്തായി ഇത് തുടർന്നു പോന്നു. വിഷയത്തിലേക്ക് എത്തുന്നുള്ളൂ. അവസാനം അലി റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. മഹാനായ ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുത്തു. അതിലും മുമ്പന്തിയിലുണ്ടായിരുന്നത് കൂഫക്കാരായ എല്ലാ മുഅ്മിനീങ്ങളും കൂട്ടത്തിൽ കൂഫയിലും ബസറയിലുമുള്ള ഷിയാക്കളുമാണ് ആ ബൈഅത്തിൽ മുമ്പന്തിയിലുണ്ടായിരുന്നത്. അലി റളിയല്ലാഹുവിനോട് ഷിയാക്കൾക്ക് ഒരു ബഹുമാനവുമില്ല, ഒരാദരവുമില്ല. അതൊക്കെ ചരിത്രം, അലിയാരെ ചരിത്രം പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞാണ്. അലി റളിയല്ലാഹുവിന് 2ാമത് നെഹ്റുവാൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുആവിയയോട് നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണം, 2ാമതൊരു തീരുമാനമാവാതെ ഈ നിലക്ക് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ കുട്ടിയെ കുലിച്ചില്ല.
എന്നും യുദ്ധം തന്നെ. നിങ്ങൾ ഖലീഫായിട്ട് ഇപ്പൊ 4-4.5 കൊല്ലായി, ഇതുവരെ എന്നും യുദ്ധം തന്നെ. ഞങ്ങൾ സ്വന്തം ഭാര്യമാരെ കൂടെ ഒരു രാത്രി കടന്നിട്ട് വീട്ടിലൊന്ന് ഒരു ദിവസം വിശ്രമിച്ചിട്ട് കൊല്ലങ്ങളായി. നിങ്ങൾ ഈ പറയണോടത്തൊക്കെ യുദ്ധത്തിന് പോകണ പണിയല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ കുറച്ചു കാലം വിശ്രമിക്കും, എന്നിട്ട് പിന്നീട് ചിന്തിക്കാം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ കൈവെടിഞ്ഞവരാൻ ഷിയാക്കൾ. ഏതായാലും ഹസൻ റളിയല്ലാഹു തആല അൻഹു ഇതേ ആവശ്യം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ഇതേ ആവശ്യം ഉന്നയിച്ചു. വാപ്പ പറഞ്ഞതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് സത്യത്തിലേക്ക് തിരിച്ചു വരാനും ഒറ്റക്കെട്ടായി മുസ്ലിം സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും എന്റെ ഖിലാഫത്ത് അംഗീകരിക്കാൻ അവരോട് പറയുക, ഇല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുക, കൊണ്ട് നിങ്ങളൊക്കെ പോരണം. ഇവരും സമ്മതിച്ചില്ല. അലിയാരെ കൂടെ പോകാൻ സമ്മതിക്കാത്തവർ പിന്നെ ഹസൻ റളിയല്ലാഹുവിന്റെ കൂടെ പോകും. സമ്മതിച്ചില്ല. പക്ഷേ ഹസൻ റളിയല്ലാഹുവിനെ നിർബന്ധിച്ചു, ഈ യുദ്ധത്തിന് നിങ്ങൾ പുറപ്പെടുന്നില്ലെങ്കിൽ പുറപ്പെടാത്തവരെ മുഴുവനും ഖിലാഫത്തിനെതിരിൽ വിപ്ലവമാക്കിയ ഖവാരിജികളുടെ കൂട്ടത്തിൽ കൂട്ടും. അപ്പൊ പേടിയായി, ഖവാരിജിനെ കൊന്നുകളയപ്പെടും. അങ്ങനെ മനമില്ലാ മനസ്സോടെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇവർ പുറപ്പെട്ടു, ഷാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു സൈന്യവുമായി പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ നിന്നും പുറപ്പെട്ടു. 2 വൻ സൈന്യം പുറപ്പെട്ട് വഴിമധ്യേ ഞങ്ങളെ ശമ്പളം വേണം, വാർഷികമായി തരുന്ന പെൻഷൻ വേണം, ഇങ്ങനെ ശല്യം ചെയ്ത് വിശ്രമിക്കാൻ വേണ്ടി വഴിമധ്യയുള്ള ഒരു കോട്ടയിൽ ഇറങ്ങി കോട്ടമുറ്റത്തെല്ലാവരും ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ ഷിയ നേതാക്കൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിഷമിപ്പിച്ചു. ഞങ്ങളുടെ ആനുകൂല്യം തന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവനും കിട്ടിയെങ്കിൽ നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ വരൂ. അങ്ങനെ ഉന്തും തള്ളുമായി സംഘട്ടനത്തിലെത്തി. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് പരിക്കേറ്റു. ഇതാണ് ഷിയാക്കള്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് പരിക്കേറ്റു. പക്ഷേ കോട്ടമുറ്റത്തായതുകൊണ്ട് അല്ലാഹു തആല കാത്തു. പെട്ടെന്ന് ഓടി കോട്ടക്കകത്ത് കയറി വാതിലടച്ചത് കൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുമായി സംസാരിക്കുക എന്ന തീരുമാനത്തിലെത്തിയത്. ഈ ഷിയാക്കളെയും വെച്ചുകൊണ്ട് ഭരണം നടത്താൻ കഴിയില്ല. അവരൊരു പാവയായിട്ട് നിൽക്കേണ്ടി വരും. അവർ പറയുന്നതൊക്കെ ചെയ്ത് അവരാശയത്തിനനുസരിച്ച് അവർ കളിക്കുമ്പോൾ മിണ്ടാതെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പാവ ഖലീഫയായി നിൽക്കുന്നു. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു രമ്യമായ പരിഹാരം ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു കത്തയച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സൈന്യമായിട്ട് യുദ്ധത്തിന് വരിക. നമുക്ക് ഭരണത്തിൽ താല്പര്യമില്ല, ഖലീഫ ആവണമെന്നുള്ള ആഗ്രഹവുമില്ല. ഈ മുസ്ലിം ഉമ്മത്ത് ഒരു ഇമാമിന്റെ കീഴിൽ ഒന്നിച്ച് മുന്നോട്ട് പോവുകയും നേരത്തെ ഉണ്ടായിരുന്ന ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തുള്ളത് പോലെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ഖിലാഫത്ത് രാജിവെച്ച് നിങ്ങളെ ഖലീഫയായി ബൈഅത്ത് ചെയ്യാൻ സന്നദ്ധനാണ്. പക്ഷേ എനിക്ക് ചില ഉപാധികളൊക്കെ വെക്കാനുണ്ട്. അത് നിങ്ങൾ അംഗീകരിച്ചു തരികയാണെങ്കിൽ ഈ പ്രശ്നം നമ്മൾക്ക് രക്തരഹിതമായി തന്നെ ഒരു അക്രമവും ഇല്ലാതെ തന്നെ സന്തോഷമായി പിരിയാം. അങ്ങനെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ സന്തോഷത്തിനൊരു അറ്റമില്ല. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ഈ യുദ്ധം ചെയ്താൽ മരിക്കാൻ പോണത്. അവര് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളല്ലേ. വലിയ സന്തോഷായി. ഇങ്ങനൊരു വ്യവസ്ഥ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു വെച്ചത് വളരെ സന്തോഷായി. അദ്ദേഹം തൻ്റെ ലെറ്റർ പേഡിൽ നിന്നിട്ട് പേപ്പർ പറിച്ചെടുത്ത് അതിൻ്റെ അടിയിൽ ഒപ്പുവെച്ച് സീലും ചെയ്തു, ബ്ലാങ്ക് പേപ്പർ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈ മുസ്ലിം ഉമ്മത്തിനെ ഒന്നിപ്പിച്ച് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ നിസ്കരിക്കുന്ന, ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ പോരാടുന്ന ഒരു ജമാഅത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് വ്യവസ്ഥ ഉണ്ടെങ്കിലും പറഞ്ഞോളി, ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് അംഗീകരിച്ചു. അത് ആദ്യം തന്നെ ഒപ്പിട്ട് സീൽ ചെയ്തു.
ഞാൻ ഇതിൽ പിന്നെ അത് പറ്റൂല ഇത് പറ്റൂല എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ളത് എല്ലാം പറഞ്ഞോളൂ. അതെല്ലാം ഞാൻ മുൻകൂട്ടി അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒപ്പിട്ട് സീല് ചെയ്ത ലെറ്റർ ഹെഡ് കൊടുത്തപ്പം ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് തൻ്റെ പിതാവിൻ്റെ കാലത്ത് നടന്ന യുദ്ധവും തൻ്റെ കാലത്ത് നടന്ന പ്രശ്നങ്ങളും ഒക്കെ പരാമർശിച്ച് അതിനെപ്പറ്റിയും അഹ്ലു ബൈത്തിന്റെ ഹക്കിനെ പറ്റിയും മറ്റും പറയേണ്ട കാര്യങ്ങളെല്ലാം വിശദമായി എഴുതി കൊടുത്തയച്ചു. മഹാനോട് പറഞ്ഞു, ഇത് 100% ഞാൻ സമ്മതിച്ചിരിക്കും, 100% ഞാൻ സമ്മതിച്ചിരിക്കും. അതിൽ ഒരു വ്യവസ്ഥ, നിങ്ങൾ ആദ്യം മരിച്ചു, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ശേഷമുള്ള ഖലീഫ ഞാനായിരിക്കും. അല്ല, ഞാനാണ് ആദ്യം മരിക്കുന്നത്, പിന്നീടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരാളെ ഖലീഫയായി നാമനിർദ്ദേശം ചെയ്യരുത്. അന്നത്തെ മോമിനീങ്ങൾ അവരിൽപ്പെട്ട ഹൈറായ ആളുകളെ തെരഞ്ഞെടുത്ത് ഖലീഫയാക്കട്ടെ. ഈ ഒരു വ്യവസ്ഥ അവസാനം പ്രശ്നമാകുന്നത്. ആ ടൈലിക്ക് ഞാൻ കടന്നു വരുന്നില്ല. ഈ വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചു. അങ്ങനെ രണ്ട് സൈന്യവും ഒരുമിച്ച് കൂടി പരസ്യമായി ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു ഞാൻ ഖിലാഫത്ത് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്ന് ഈ 10,000 വരുന്ന ഈ സഹാബത്തും താബികളും ഉൾക്കൊള്ളുന്ന ഈ മഹാന്മാരുടെ മുന്നിൽ പ്രഖ്യാപിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. ഇപ്പോ 2 ഷിയത്ത് പിന്നെ ഇല്ല. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന ഒറ്റ മുസ്ലിം ഉമ്മത്ത്. അതുകൊണ്ട് ഈ ഹിജ്റ 41 ആമുൽ ജമാഅ എന്ന പേരിൽ ചരിത്രം അറിയപ്പെടും. മുസ്ലിങ്ങൾ ഭിന്നതയ്ക്ക് ശേഷം ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ ഒന്നിച്ചൊന്നായി. അതോടുകൂടി ഏത് പോയി? ഷിയത്ത് മുആവിയ, ഷിയത്ത് അലി എന്ന് പറയുന്ന രണ്ടില്ലാതായി. ഇപ്പോൾ സബൈകൾ ബാക്കിയുണ്ട്. സബൈകൾ ഈ രണ്ടിലും കൂടിയില്ല. ഓൽക്ക് അലി റളിയല്ലാഹുവിനോടും ഹസൻ റളിയല്ലാഹു അവരോടും സ്നേഹവും ബഹുമാനവും ഇല്ല. മുആവിയ റളിയല്ലാഹുവിനോട് ഏതാനും ഇല്ല. ഓൽക്ക് ഓലെ ആശയം കൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കലാ ലക്ഷ്യം. അങ്ങനെയാണ് ജാമുൽ ജമാഅ 41 ഒറ്റ ജമാഅത്തായി മുസ്ലിങ്ങൾ മാറിയപ്പോൾ ബിദ്അത്തിന്റെ അഹ്ലുകാരാവുന്ന അബ്ദുല്ലാഹി ഇബ്നു സബഇന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട് 12 ഗ്രൂപ്പുകളായി ചിതറിയ ഈ ഷിഈ വിഭാഗം മുബ്തദിഅകളുടെ സംഘമായി പ്രത്യക്ഷപ്പെടുന്നത് പിന്നെ ഷിഅ എന്ന ഒറ്റ വാക്ക് പറഞ്ഞാറി. അതുവരെ അതുപോലെ ഇനി ഷിയത്ത് അലി, ഷിയത്ത് മുആവിയ ഇങ്ങനെ പറയണം. ഇപ്പോ മുസ്ലിങ്ങൾ ജമാഅത്തായതോടുകൂടി ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സബ രൂപീകരിച്ച ഷിയത്ത് അലി എന്ന് അവര് പറയുന്ന യഥാർത്ഥത്തിൽ ഈ ഷിയത്തു സബയ്യ അവരുടെ ഒരു കെട്ട് ഒരു ഗ്രൂപ്പ് മാറി. അവർ ആദർശപരമായും വിശ്വാസപരമായും കർമ്മപരമായും എല്ലാം പ്രത്യേക വ്യക്തിത്വം കാണുന്ന വ്യത്യസ്ത 12 ഗ്രൂപ്പുകളാണ്. ഇതാണ് ഷിയത്തിന്റെ തുടക്കം. അതിന്റെ യഥാർത്ഥ ഒന്നാമത്തെ സ്ഥാപകൻ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ഇബ്നു സൗദ ആണ്. ബാക്കി ഇനി അവരുടെ വിശ്വാസം എന്താണ്, അവരും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അതിനവർ മാർഗം സ്വീകരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇന്ന് ലോകത്ത് നടക്കുന്ന പലതിൻ്റെയും വ്യാഖ്യാനവും അർത്ഥവും നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പുതിയ തരീഖത്തുകാര് ആ മുക്കൂട്ട് ഉണ്ടല്ലോ, ഓര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പുതിയ അർത്ഥ ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞ് ഇസ്തിഖാമത്ത് ചെയ്യാനായി ഈമാനിലും ഇസ്ലാമിലും അള്ളാഹുവിന്റെ ദീനിൽ പിന്തുടർന്ന് ജീവിക്കുക എന്ന് ലോകം നിന്ന് വരെ മനസ്സിലാക്കിയിരുന്ന അർത്ഥത്തിൽ നിന്ന് മാറി അതൊന്നുമല്ല, സമാന്റെ ഇമാമിനെ അറിയലാണ്, അഥവാ ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ കണ്ടെത്തലാണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാല് ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ കണ്ടെത്തിക്കൽ. അതിനൊരു പേരും ഷെയ്ഖ് മുറബ്ബി എന്ന് പറയും, ചിലപ്പോൾ സമാന്റെ ഇമാം എന്നും പറയും. ഈ രണ്ട് ഇതിനെ കണ്ടെത്തിക്കലാണ്. ശുദ്ധ ഒരു കലർപ്പില്ലാത്ത നേരെ ശരി മതമാണ്. ഞാൻ വരും ഷീകള് ഗ്രൂപ്പും ഓരോ ഗ്രൂപ്പുകളും വെച്ച് പുലർത്തുന്ന വിശ്വാസങ്ങളും നമ്മൾ പറയുമ്പം അതിൻ്റെ അംശങ്ങൾ ഇന്നും ഇവിടെയൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത് നമുക്ക് കണ്ണ് കാണാൻ കഴിയും.
അത് പഠിക്കാതെ എന്താ പോലെ അങ്ങനെ പറഞ്ഞ് എവിടെ ഇപ്പം അങ്ങനെയുള്ളത് എന്നൊന്നും ചിന്തിക്കണ്ട. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങൾ കുറച്ച് കഥ കേട്ടിരിക്കുന്ന അത്ര സുഖം ഉണ്ടാവില്ല, എന്നാലും നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി അത് പിന്തുടരാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അത് കൈവടിയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ.